ആണല്ലേ? യെസ് യെസ് സർ. യെസ്. അപ്പൊ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടർച്ചയാണ്. ഇനി എക്കോ ഉണ്ടോ എന്ന് തോന്നുന്നില്ല. എക്കോ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഒരു മിനിറ്റ്. അപ്പൊ എവിടെ പോയതാ മോനെ? ഇനി നമുക്ക് റിസർച്ചിന്റെ 8ാമത്തെ സ്റ്റെപ്പായ കളക്ഷൻ ഓഫ് ഡേറ്റ, ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് എടുക്കേണ്ടത്. ഡാറ്റ കളക്ഷൻ, ഡേറ്റ കളക്ട് ചെയ്യുക അല്ലേ? റൈറ്റിംഗ് ദ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഹെഡിങ് വെച്ചിട്ടാ സാർ നിർത്തിയത്. ഏതാ? റൈറ്റിംഗ് ദ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതെ, അത് അവസാനത്തെ സ്റ്റെപ്പാണ് കേട്ടോ. അത് നമ്മൾ അതിന്റെ അടിയിൽ 2 വിട്ടുപോയി. ഓക്കെ സാർ. ഓക്കെ. 8ാമത്തത് കളക്ഷൻ ഓഫ് ഡേറ്റ, ഡേറ്റ കളക്ഷൻ അല്ലേ? കളക്ഷൻ എന്ന വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. ഡാറ്റ എന്നതും പരിചയമുള്ള സാധനം. പക്ഷെ ഒരു റിസർച്ചിലെ ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡേറ്റ മീൻസ് ദ ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഓഫ് എ വേരിയബിൾ. അതൊരു ഡെഫിനിഷൻ ആണ് അല്ലേ? ഒന്ന് മനസ്സിൽ ഓർക്കുന്നതാണ്. ഡേറ്റ മീൻസ്, റിസർച്ചിലെ ഡേറ്റ എന്ന് പറഞ്ഞാൽ അതെന്താ? ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഓഫ് എ വേരിയബിൾ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ആണത് അല്ലേ? ഡേറ്റ മീൻസ് ദ ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഓഫ് എ വേരിയബിൾ. അതൊക്കെ കാണാതെ നമ്മളങ്ങ് പഠിക്കേണ്ട ഒരു സാധനം. ഇനി അതതിന്റെ ഡെഫിനിഷൻ ആണ്. അതെന്താണ് യഥാർത്ഥത്തിൽ ഈ സാധനം? ഒരു റിസർച്ചിന്റെ ഇൻഫോർമേഷന്റെ ലോവർ യൂണിറ്റ് ആണ്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ റിസർച്ചിന്റെ ഈ വൃക്ഷം ഇങ്ങനെ വളർന്നു വരുന്നത്. ഡേറ്റയാണ് അതിന്റെ സോയിൽ എന്ന് പറയുന്നത്, അതിന്റെ മണ്ണ്. അതാണ് ആ ഡേറ്റ എന്ന് പറയുന്ന ആ സോയിലിൽ നിന്നാണ് ഈ റിസർച്ച് ഇങ്ങനെ വന്ന് അത് പുഷ്പിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ, ആ ഡേറ്റയെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ അല്ലേ? ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ. ആ ഡേറ്റ കിട്ടിയാലേ നമ്മുടെ റിസർച്ച് നടക്കുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം വിച്ച്, അതിൽ നിന്നാണ് അതർ മെഷർമെന്റ്സ് ആൻഡ് അനാലിസിസ് ക്യാൻ ബി ഡൺ. അത് കിട്ടിയെങ്കിലേ നമുക്ക് തുടർന്നുള്ള അളക്കലും അളന്നതിന് ശേഷമുള്ള വിശകലനവും ചെയ്യാൻ കഴിയും. ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം വിച്ച് അതർ മെഷർമെന്റ്സ് ആൻഡ് അനാലിസിസ് ക്യാൻ ബി ഡൺ അല്ലേ? ഇനി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മളത് കളക്ട് ചെയ്യുമ്പോൾ അതിന് 3 P's, 3 Pകൾ അതിലുണ്ടാവണം. That is plan, procedure and protocol. ഒരു ഡാറ്റയുടെ ഡാറ്റ കളക്ഷൻ പ്ലാൻ ഉണ്ടാവണം,
ഈ ഡേറ്റ കളക്ഷന് ഒരു പ്രൊസീജിയർ ഉണ്ടാവണം. ഡേറ്റ കളക്ഷൻ പ്രൊസീജിയർ, ഇത് മൂന്നും ഉണ്ടെങ്കിൽ കളക്ഷൻ പ്രോട്ടോകോൾ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആദ്യമേ നമ്മള് കണ്ടെത്തിയിരിക്കണം. ഇനി ഈ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ഹലോ സർ, ലാസ്റ്റ് പറഞ്ഞതൊന്ന് പറയും മൂന്നാമത്തത്. ഓക്കെ. പ്രോട്ടോകോൾ സ്പെല്ലിംഗ് ആണോ പറയേണ്ടത്? ഇല്ല ഞാനത് കേട്ടില്ല അതുകൊണ്ടാ പ്രോട്ടോകോൾ. ഓക്കെ. പ്രോട്ടോകോൾ. അതിനൊരു പ്ലാന് വേണം, പ്രൊസീജിയർ വേണം, പ്രോട്ടോകോൾ വേണം, റൈറ്റ് അല്ലേ? ഇനി ഈ ഭാഗത്ത് ഈ ഡേറ്റ കളക്ഷന്റെ ഭാഗത്താണ് നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട ഒരു ഭാഗം. നമ്മുടെ സിലബസിലെ ഒരു യൂണിറ്റ് ആണത് റിസർച്ച് എത്തിക്സ് എന്നത്. റിസർച്ച് എത്തിക്സ് അല്ലേ? റിസർച്ച് ചെയ്യുമ്പോൾ ഒരു എത്തിക്കൽ പ്രോബ്ലം വരുന്നത് എവിടെ എന്നാണ് അല്ലേ? എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്? നമ്മള് ഒരു ചോദ്യം ഇതിൽ നിന്ന് നിങ്ങൾ എഴുതണം. അപ്പൊ അറിയാൻ പറ്റും എങ്ങനെയാണ് ആ ഭാഗത്ത് ചോദ്യം ഉണ്ടാവാറുള്ളത് എന്ന്. യെസ്, എഴുതിട്ടോ. The problem of research ethics is concerned CONCERNED, concerned with which aspect of research activities. ഈ റിസർച്ചിന്റെ എത്തിക്കൽ പ്രോബ്ലം ഉണ്ടാകുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് റിസർച്ച് ആക്ടിവിറ്റിയിലായിരിക്കും എന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നമ്പർ 1, following the prescribed format of the thesis. Following the prescribed format of the thesis. Number 2, data analysis through qualitative and quantitative technique. Number 3, defining. സർ, സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടെ പറയാവോ? Okay, data analysis through qualitative and quantitative technique. Number 3, defining the population of the research. Yes, very nice. Fourth one. സർ, തേർഡ് വൺ ഒന്നുകൂടെ പറയോ? തേർഡ് വൺ പറയാം. Defining the population of the research. Then fourth, evidence-based research reporting. ഇനി ഇതൊന്ന് നോക്കേ. റിസർച്ച് എത്തിക്സ് എന്താണെന്നൊന്നും അറിയാത്ത നമ്മൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയേ അല്ലേ? ജസ്റ്റ് എ ഗസ് ഷൂട്ടിംഗ്, ഊഹം വെച്ചൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയേ. എവിടെ ആയി
നമ്പർ 2 എന്നൊരാൾ പറയുന്നു. ആ നമ്പർ 4 എന്ന് പറയുന്നു. നമ്പർ 2, നമ്പർ 3 ബി സർ. യെസ്. ആ എന്നാ ഉത്തരം ഞാൻ പറയാല്ലേ. ദീപ പറയുന്നു നമ്പർ 4 ആണ്. യെസ്. നോക്കിയേ നമ്മള് ഫോളോവിങ് ദ ഒന്നാമത്തെ ഉത്തരം. യെസ്, നോക്കാം നമുക്ക്. ഫോളോവിങ് ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഓഫ് ദ തിസിസ് അല്ലേ. അതായത് നമ്മള് ഏതൊരു യൂണിവേഴ്സിറ്റിക്കും തിസീസ് കൊടുക്കേണ്ട ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അതിനർത്ഥം എന്താ? കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു ഫോർമാറ്റ്, MG യൂണിവേഴ്സിറ്റിക്ക് വേറൊരു ഫോർമാറ്റ്, തമിഴ്നാടിന് വേറൊരു ഫോർമാറ്റ്, ഫോറിനിൽ വേറൊരു ഫോർമാറ്റ്. ദാറ്റ് മീൻസ് അത് മാറാവുന്നതാണ് അല്ലെ, അത് മാറാവുന്നതാണ്. അപ്പൊ അവിടെ ഒരു എത്തിക്കൽ പ്രോബ്ലം, യഥാർത്ഥത്തിൽ ഒരു മൂല്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാവണില്ല. അതൊരു ചെറിയൊരു എന്താ പറയാ അല്ലെ, അതൊരു പ്രശ്നമേ അല്ല, ഒരു എറർ പോലും അല്ല. അത് ഫോർമാറ്റ് ഫോളോ ചെയ്യണം, പക്ഷെ അത് പൂർണ്ണതയിൽ അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. കാരണം ഓരോ നാട്ടിലും ഓരോ രാജ്യത്തും ഓരോ യൂണിവേഴ്സിറ്റിക്കും വ്യത്യസ്തമായ ഫോർമാറ്റുകളുള്ളത്. നമ്പർ 2 എന്ന് പറയുന്നത് അത് ഉത്തരമേ അല്ല എന്ന് നമുക്ക് ആദ്യം വെട്ടാൻ പറ്റും. ഡേറ്റ കളക്ട് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ചും ആവാം, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാവാം, ഇത് രണ്ടും മിക്സ് ചെയ്തും ആവാം. ടെക്നിക്ക് ഉപയോഗിച്ചതിൽ യാതൊരു എത്തിക്കൽ പ്രോബ്ലം വരുന്നില്ല. അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ആണോ, യെസ് ക്വാണ്ടിറ്റേറ്റീവ് ആണോ. ഡിഫൈനിങ് ദ പോപ്പുലേഷൻ ഓഫ് റിസർച്ച്, ഒരാള് റിസർച്ച് ചെയ്യുന്ന പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ അത് എത്തിക്സുമായിട്ടൊരു പ്രശ്നം ബന്ധമില്ല. കാരണം അത് അയാൾ ബോധപൂർവം ചെയ്തതല്ല. എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പ്രശ്നം എവിടെയായിട്ടുണ്ടാവുക? എവിഡൻസ് ബേസ്ഡ് റിസർച്ച് റിപ്പോർട്ടിങ്. അവസാനം അയാൾ റിസർച്ചിന്റെ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോ എവിഡൻസ് ഇല്ലാതെ അയാൾക്ക് വായു തോന്നിയത് പറഞ്ഞു. അതൊരിക്കലും പറയാൻ പാടില്ല. റിസർച്ചിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന ഒന്നും ജനറൽ ആയിട്ടൊക്കെ പറയാൻ പാടില്ല. നമുക്ക് കിട്ടിയ ഡാറ്റ അനുസരിച്ച് അത് അനലൈസ് ചെയ്തിട്ട് എവിഡൻസ് ഉള്ളത് മാത്രമേ പറയാവൂ. അല്ലാതെ നമ്മൾ ഇങ്ങനെ നിരത്തി പരത്തി പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ റിസർച്ച് എത്തിക്സിന്റെ പ്രശ്നമുണ്ട്. അപ്പോ ഉത്തരം ഇവിടെ 4ാമത്തതാണ്, എവിഡൻസ് ബേസ്ഡ് റിസർച്ച് റിപ്പോർട്ടിംഗ്. ഇനി നമ്മൾ അപ്പോ ഈ ഉത്തരത്തെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ സിലബസിലെ ഒരു വലിയ ഭാഗമാണ് റിസർച്ച് എത്തിക്സ് എന്നത്. റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഗൈഡ് ലൈൻസ് ഫോർ ദ റെസ്പോൺസിബിൾ കണ്ടക്ട് ഓഫ് റിസർച്ച്. ഉത്തരവാദിത്വത്തോടുകൂടെ സത്യസന്ധതയോടുകൂടെ ഒരാൾ റിസർച്ച് നിർവഹിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ചില നിയമാവലിയാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത്. അത് ഫോളോ ചെയ്യണം. ഒരിക്കലും നമ്മൾ അങ്ങനെയല്ല, ഏത് ജോലിക്കായാലും ഒരു എത്തിക്സ് ഉണ്ടാവും. നമ്മളും ഈ 5 വർഷം ചെയ്യുന്നത് ഒരു വലിയ പണിയാണ്, ഒരു നോബിൾ ആക്ട് എന്നാ പറയാ റിസർച്ചിനെ. ഇറ്റ്സ് എ നോബിൾ ആക്ട്, ഒരു കുലീനമായ പണിയാണ്. അപ്പൊ കുലീനമായ ഒരു പണിയെടുക്കുമ്പോൾ നമ്മുടെ ഈ സ്വഭാവത്തിലും ചില കുലീനതകൾ നമ്മൾ കാണിക്കണം. അതെന്തൊക്കെയാണ്, എന്ത് ചെയ്തുകൂടാ എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ റിസർച്ച് എത്തിക്സിലെ 1ാമത്തെ പ്രശ്നമാണ് ഇൻഫോംഡ് കൺസെന്റ് എന്നത്. ഇൻഫോംഡ് കൺസെന്റ്, INFORMED, ഇൻഫോംഡ് കൺസെന്റ്, CONSENT, കൺസെന്റ്. എന്താണ് ഈ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരാൾ ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ സമ്മതത്തോടെ അല്ലാതെ അവനിൽ നിന്ന് ആ സാധനം കട്ടെടുക്കരുത്. ഇറ്റ്സ് എ സ്റ്റീലിംഗ്, അത് കട്ടെടുക്കലാണ്. ദാറ്റ് മീൻസ് റൈറ്റ് ടു ഓട്ടോണമി. എന്നെ കുറിച്ചുള്ള എന്റെ അറിവുകളെ, എന്റെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം എന്റെ പരമാധികാരത്തിലുള്ളതാണ്. എന്നെ കുറിച്ചുള്ള അറിവ് എന്റേത് മാത്രമാണ്. ആ സാധനം എന്റെ അനുവാദത്തോടു കൂടെ അല്ലാതെ എടുക്കാൻ പാടില്ല. അതിനർത്ഥം എന്താ?
നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോ ആ ഡേറ്റ എടുക്കുന്നയാളിൽ നിന്ന് താങ്കൾ ആരാണെന്നും എന്തിനാണ് വന്നതെന്നും എന്താണ് നിനക്ക് വേണ്ടതെന്നും ഇത് തന്നാൽ എന്താണ് ഗുണമെന്നും അയാളടുത്ത് പറഞ്ഞിരിക്കണം. പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് റിസർച്ച് എത്തിക്സിലെ നമ്പർ 1. നമ്പർ 2, beneficence, BENEFICENCE, beneficence. എന്താണത്? ദാറ്റ് ഈസ് ബ്രാക്കറ്റിൽ എഴുതേണ്ടത് ബാലൻസ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്. ബാലൻസ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് ബെനിഫിറ്റ് അതൊരു റിസർച്ചിന്റെ എത്തിക്സിൽ പെട്ടതാണ് അല്ലെ? എന്താണത്? ഒരാൾ ഒരു ഡാറ്റ എടുക്കാൻ വേണ്ടി അഡ്വഞ്ചറിസവും ഹീറോയിസവും കാണിച്ച് അതിനൊരുപാട് പൈസ ചെലവാക്കി ഒരുപാട് ടൈം കൺസ്യൂം ചെയ്തിട്ട് റിസ്ക് എടുത്തിട്ട് ഒരു ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിന് ഒരുപാട് പൈസ അല്ലെ ഒരുപാട് പ്രയത്നം എടുത്തിട്ട് അയാൾ കൊണ്ടുവന്നതിന് ശേഷം ആ ഡേറ്റ ബെനിഫിറ്റ് ഉള്ളതല്ല എങ്കിൽ ഇയാൾ എടുത്ത റിസ്ക്കും ഇതിന്റെ ബെനിഫിറ്റും തമ്മിൽ ഒരു ബാലൻസ് വേണം. ഈ ബാലൻസ് ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കൊണ്ടുവന്ന ഡേറ്റ ബെനിഫിഷ്യൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ വെറുതെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇല്ല ഹീറോയിസവും അഡ്വഞ്ചറിസും ഒക്കെ കാണിച്ചിട്ട് ഡേറ്റ എടുത്തിട്ട് സംതൃപ്തിപ്പെട്ട് ഇരിക്കലല്ല റിസർച്ചിന്റെ പണി. ആ സംതൃപ്തി അല്ല വേണ്ടത്. മറിച്ച് താങ്കൾ കൊണ്ടുവന്ന ഈ ഡേറ്റ രാജ്യത്തിനും നാടിനും സൊസൈറ്റിക്കും അതിൽ നിന്ന് ബെനിഫിറ്റ് ഉള്ളതായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ റിസർച്ചേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവും. എന്ത് ഹീറോയിസവും അഡ്വഞ്ചറിസും ഒക്കെ കാണിച്ചിട്ട് ഒരു ഡാറ്റ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം വാട്ട് ഇറ്റ് ബെനിഫിറ്റ്സ്. അതൊരു റിസർച്ച് എത്തിക്സിന്റെ പ്രശ്നമാണ്. ചില സംഭവങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കും. റിസർച്ചറുടെ സാറ്റിസ്ഫാക്ഷൻ പ്രോമിനന്റ് ആവും. അങ്ങനെ പാടില്ല. ബെനിഫിറ്റ് ആണ് പ്രോമിനന്റ് ആവേണ്ടത്. മൂന്നാമത്തതാണ് അനോണിമിറ്റി. ANONYMITY, anonymity. Anonymity. എന്താ anonymity? സ്പെല്ലിംഗ് എന്നോട് പറയാമോ? യെസ്, ANONYMITY, anonymity. Yes, Shalini is written there. Anonymity. Anonymity means concealment of identity. Concealment of identity. Concealment of identity. Yes. എന്താ കൺസീൽമെന്റ് ഓഫ് ഐഡന്റിറ്റി? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ചില രഹസ്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ ആ രഹസ്യം പുറത്തു വിട്ടാൽ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നവും കലാപവും ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന അറിവുകൾ അയാൾ നമ്മുടെ കയ്യിൽ തന്നാലും അയാൾക്കത് പറയുന്നതിൽ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നീ പറഞ്ഞോ ഞാനത് ചെയ്തതാണ് എന്ന് അയാൾ പറയണം. ഇപ്പൊ ഉദാഹരണം, പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ്. കോളേജ് കുട്ടികളുടെ പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പെൺകുട്ടികളെല്ലാം വല്ലാണ്ട് ഉയർന്നു കഴിഞ്ഞു. അവർ തുറന്നു പറഞ്ഞു അങ്ങനെയൊക്കെയാണ് എന്ന്. അപ്പൊ നമ്മള് പേര് ചോദിച്ചു, അവരുടെ സ്ഥാപനം ചോദിച്ചു. പക്ഷെ അതവര് പറഞ്ഞാലും ഇല്ലേ, ചിലപ്പോ ചില ആളുകൾ പറയും, ചില ആളുകൾക്ക് ഡേറ്റ കിട്ടണമെങ്കിൽ പറയും, നിങ്ങൾ ഈ തരുന്ന ഡേറ്റകൾ പൂർണ്ണമായും ആരടുത്തും പറയൂല, നിങ്ങൾ എനിക്ക് വെളിപ്പെടുത്തില്ല എന്ന് പറയും. പക്ഷെ ചില കുട്ടികൾ പറയും നിങ്ങൾ വെളിപ്പെടുത്തിക്കോ, അതൊക്കെ കോമൺ അല്ലേ.
എന്ന് പറഞ്ഞാൽ പോലും ആ സാധനം പ്രയാസമുണ്ടാക്കുമെങ്കിൽ നമ്മൾ ഒരിക്കലും ഐഡന്റിറ്റിയോ സ്ഥാപനങ്ങളോ വെളിപ്പെടുത്താതെ അല്ലേ എ ബി സി അങ്ങനെയുള്ള പാർട്ടിസിപ്പന്റ് എ അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ബി എന്ന് തുടങ്ങിയത് മാത്രമേ അവിടെ എഴുതാവൂ എന്നതാണ് റിസർച്ച് എത്തിക്സിന്റെ ഒരു വലിയ പ്രശ്നം. അങ്ങനെയാകാവൂ. അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. വളരെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ഡേറ്റ ഒരാൾ ധൈര്യ സമയവും അത് ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഇതേ പ്രശ്നം ഈ പ്രീമാരിറ്റൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് സെൻസസ് എടുക്കാൻ പോയപ്പോ അതിലെ 100 പെൺകുട്ടികളിൽ 80 പേരും ഇങ്ങനെ നിങ്ങൾ എഴുതിക്കോ യെസ് അതുണ്ട് അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവസാന റിപ്പോർട്ട് വരുമ്പോ ഇന്ന കോളേജിലെ 90% പേരും കുട്ടികളും ഇങ്ങനെയാണ് എന്ന് ഡേറ്റ പുറത്തു വന്നാൽ ആളുകൾ കല്ലെറിയില്ലേ? അപ്പോ അത്തരം വിഷയങ്ങൾ വളരെ വലിയ സൂക്ഷ്മതയോടുകൂടെ ആ ഡേറ്റ കൈകാര്യം ചെയ്യാവൂ എന്നതാണ്. Then fourth one, confidentiality. 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 In the confidentiality, right management of information. Right management of information. അല്ലേ? ഈ ഇൻഫോർമേഷനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് നല്ല വഴിയിലായിരിക്കണം. കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാവണം. എന്താ ഈ കോൺഫിഡൻഷ്യാലിറ്റി? നമുക്കറിയാം ചില ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോ ഈ സർവേ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് സ്കെയിലോ അല്ലെങ്കിൽ പെർസെപ്ഷൻ സ്കെയിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ തന്നെ എഴുതിയിരിക്കും ദിസ് ഈസ് ജസ്റ്റ് ഫോർ ദ റിസർച്ച് പർപ്പസ് അല്ലേ, യുവർ ഓണസ്റ്റ് ആൻസർ. അത് നമ്മുടെ രാജ്യത്തിന് ഉപകരിക്കും. പക്ഷെ ഡെലിബറേറ്റ് ഡിസോണസ്റ്റ് ആൻസർ അത് ഇതിന്റെ പഠനത്തെ ഡീവിയേറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ ഡേറ്റ ഫുള്ളി കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു കാരണവശാലും ഇപ്പൊ ഞാൻ ഒരു കോളേജിലേക്ക് അതീവ രഹസ്യമുള്ള ഒരു സാധനം ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ് എടുക്കാൻ പോയി. ഞാൻ റിസർച്ചറാണ്. അപ്പോ റിസർച്ച് എന്നുള്ള രീതിയിൽ ഞാന് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ എന്താ ചോദിക്കും, നിങ്ങൾ എവിടെ പോയിരുന്നു? അത് ഞാൻ ഡേറ്റ കളക്ട് ചെയ്യാനാണ് പോയത്. ഏത് കോളേജിലാ പോയി? അതിന്റെ കോളേജില്. അയ്യോ, എന്നിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും രഹസ്യമുള്ള സാധനം ഇതിന്റെ ഒരു സർവേ എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയത്? എന്നിട്ട് അവള് ചോദിക്കണം ഇതൊന്ന് കാണട്ടെ എന്തായാലും എന്ന് എന്റെ ഏറ്റവും ക്ലോസ് ആയ ഒരാൾ ചോദിച്ചാൽ പോലും നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ പോലും ആ കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തണം. നോട്ട് ഇൻ ദ ഈ തിസീസിൽ മാത്രമല്ല ആ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാവേണ്ടത്. എന്റെ ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ അത് ചോദിച്ചാൽ പോലും ഞാൻ കൊടുക്കരുത്. ഒരു കൗതുകത്തിന് ഞാൻ ഇങ്ങനെ വല്ലാണ്ട് ആഴത്തിൽ ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ആവേശം വരുമ്പോ പറയാനുള്ളതല്ല ഈ സാധനം. അപ്പോൾ പോലും ഈ സാധനം വരരുത്. till I meet the eternity. ഞാൻ മണ്ണോട് ചേരുവോളം അത്രയും രഹസ്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ നിലനിൽക്കണം എന്നതാണ് റിസർച്ചിന്റെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തതാണ് റൈറ്റ് ടു പ്രൈവസി. റൈറ്റ് ടു പ്രൈവസി. റൈറ്റ് ടു പ്രൈവസി. അതെ, ഈസ്റ്റർ അനോണിമിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റിയും ഉണ്ട്. അനോണിമിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ആളെയാണ്, പാർട്ടിസിപ്പന്റിനെയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയാണ്.
നാലാമത്തതെന്ന് പറയുന്നത് നമ്മൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് കണ്ടന്റ് ആണ്. അതാണ് അതിന്റെ ഈ കോൺഫിഡൻഷ്യാലിറ്റിയുടെ അനോണിമിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഫിഫ്ത്ത് പോയിന്റ്, റൈറ്റ് ടു പ്രൈവസി. റൈറ്റ് ടു പ്രൈവസി. ഒരാൾക്ക് അയാളുടെ അവകാശമാണ് അയാളുടെ ഡേറ്റ പ്രൈവസി ഉണ്ടായിരിക്കണമെന്ന്. ബ്രാക്കറ്റിൽ എഴുതേണ്ടത് നോ സോഷ്യൽ ഡാമേജ്. സോഷ്യൽ ഡാമേജ് ഉണ്ടാവരുത്. സോഷ്യൽ ഡാമേജ് ഉണ്ടാവരുത് അല്ലേ? എന്താ സോഷ്യൽ ഡാമേജ് ഉണ്ടാവരുത്? പെട്ടെന്നുണ്ട് ഈ സോഷ്യൽ ഡാമേജ് ഉണ്ടാവാൻ. എന്താണ് ആ കാര്യം? ഇപ്പൊ ഞാന് ആണുങ്ങൾക്കിടയിലുള്ള പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പ്, ഇത്തരം ഉദാഹരണങ്ങൾ പറയുന്നത് ഇത്രയും സെൻസിറ്റീവായ കാര്യങ്ങളിലാണ് ഈ റിസർച്ച് എത്തിക്സ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ഉദാഹരണങ്ങൾ എടുക്കുന്നത്. ആണുങ്ങൾക്കിടയിലുള്ള പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് അങ്ങനെ ആകുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ആണുങ്ങളോട് ചോദിച്ചു. യെസ് ആയിരിക്കും ചിലപ്പോ. താങ്കൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ യെസ് എന്ന് എഴുതി അല്ലേ? അപ്പൊ എന്തായി? പിന്നീട് അവസാനം ചോദിച്ചു എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. 5 പേരുണ്ട് എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഡേറ്റ കളക്ട് ചെയ്യാൻ പോയത് ഒരു സ്ത്രീയാണെന്ന് വെച്ചു. അപ്പൊ എന്താ തിരിക്ക? സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയെങ്കില്. സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോ ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ പോയ സ്ത്രീ ആണെങ്കിൽ കല്യാണം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്, കല്യാണത്തെ കുറിച്ച് വലിയ സങ്കല്പമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോഴാണ് ഇത് അറിയുന്നത്. ആണുങ്ങളൊരു അവസ്ഥയുടെ പ്രതി. അപ്പൊ ഇതൊക്കെ കിട്ടി വലിയ കാര്യത്തിലകത്ത് കിട്ടി പുറത്തിറങ്ങുമ്പോ വല്ലാത്ത മോഹം ഉള്ളില്. ഇത് ഭാര്യയുടെ അടുത്തൊന്ന് പറയുന്നത് നല്ലതാണ്. അപ്പൊ ഒരു ഭർത്താവിനൊന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന്. പിന്നെ അന്ന് രാത്രി എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് അറിയാം. സോഷ്യൽ ഡാമേജ് ഉണ്ടാകും. അതല്ലെങ്കിൽ ഒരു റിലീജിയസ് സ്റ്റഡീസിന് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്തായിരിക്കും നമ്മൾക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത വളരെ രഹസ്യം ഉണ്ടാവും. ആ ഒരു മതവിഭാഗത്തെ കുറിച്ചുള്ള ഒരു സാധനം കിട്ടിയതിന് ശേഷം അദ്ദേഹം തുറന്ന് അങ്ങോട്ട് പറഞ്ഞതാണ്. പക്ഷെ ചില തുറന്നു പറച്ചിലുകൾ എല്ലാം നമ്മുടെ റിസർച്ചിനകത്ത് വരണം എന്ന് നമ്മൾ ശഠിക്കരുത്. കാരണം അതെ റിസർച്ച് എത്തിക്സിന്റെ എവിടൊക്കെയാണ് റിസർച്ച് എത്തിക്സ് ഉണ്ടാവുക എന്നുള്ളതിന്റെ ഏരിയസ് ആണ് പറയുന്നത്. ഏരിയസ് ഓഫ് റിസർച്ച് എത്തിക്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോ സോഷ്യൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇൻഫോർമേഷൻ അങ്ങനെ കൊടുക്കുകയോ റിസർച്ചിൽ തന്നെ വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതാണെങ്കിൽ എഴുതുകയോ ചെയ്യരുത്. ആറാമത്തതാണ് വൾനറബിൾ പീപ്പിൾ. വൾനറബിൾ എന്ന് പറഞ്ഞാല് ഗ്രേറ്റർ റിസ്ക് ഓഫ് ബീയിങ് ഡിസീവ്ഡ്. ചതിക്കപ്പെടാൻ സാധ്യതയുള്ള വൾനറബിൾ പീപ്പിളുമായിട്ടുള്ള ഡേറ്റ കളക്ഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അമിതമായ ശ്രദ്ധ ചെലുത്തണം. യെസ്, നമ്പർ ഇറ്റ് ഈസ് വൾനറബിൾ. VULNERABLE വൾനറബിൾ. യെസ്, വൾനറബിൾ പീപ്പിൾ അല്ലെ? എന്നുവെച്ചാ ലോലമായ, പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുള്ള, യെസ്, ഗ്രേറ്റർ റിസ്ക് ഓഫ് ബീയിങ് ഡിസീവ്ഡ്, ചതിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന് ഈ ഡേറ്റ എടുക്കുമ്പോ അവരെ ചതിക്കപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. ചതിയിലൂടെ ഈ ഡേറ്റ കളക്ട് ചെയ്യരുത്. സമ്മാനം കൊടുത്ത് പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ട് അത് പറയിപ്പിക്കരുത് അല്ലെ? കാരണം ചില ആളുകൾക്ക്, വൾനറബിൾ ആയ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെങ്കിൽ അവരുടെ പ്രൈവസിയോ ഒന്നും അവർ നോക്കില്ല, അവർ നിങ്ങൾക്ക് തരും. അങ്ങനെ പ്രലോഭിപ്പിച്ചോ ഒന്നും അവരെ സമീപിക്കാൻ പാടില്ല എന്നത്.
ഏഴാമത്തതാണ് റോൾ കോൺഫ്ലിക്റ്റ്. റോൾ കോൺഫ്ലിക്റ്റ് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ എഴുതേണ്ടത് കോൺഫ്ലിക്റ്റ് ഓഫ് മൾട്ടിപ്പിൾ മെമ്പർഷിപ്പ് ഓഫ് ദ സൊസൈറ്റി. മൾട്ടിപ്പിൾ മെമ്പർഷിപ്പ് ഓഫ് ദ സൊസൈറ്റി. റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അല്ലേ? റോൾ കോൺഫ്ലിക്റ്റ് വരരുത്. എന്താ റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുത്? നമ്മളൊക്കെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സമൂഹത്തില് ഒരുപാട് മെമ്പർഷിപ്പ് നമുക്കുണ്ട്. ഒന്ന്, നിങ്ങൾക്കെല്ലാം ജെൻഡർ മെമ്പർഷിപ്പ് ഉണ്ട്. ആൺ പെൺ എന്ന ഒരു ജെൻഡർ മെമ്പർഷിപ്പ് ഉണ്ട് അല്ലേ? സൊസൈറ്റിയുടെ ഒരു മെമ്പർഷിപ്പാണത്. ഇവരാണുങ്ങളാണ്, ഇവർ പെണ്ണുങ്ങളാണ്. റിലീജിയനിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഇതിന്ന സമുദായം, ഇതിന്ന സമുദായം. 7th one, yes, റോൾ കോൺഫ്ലിക്റ്റ്. റോൾ കോൺഫ്ലിക്റ്റ് അല്ലേ? അപ്പോ റിലീജിയനിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ഇദ്ദേഹം ഇന്ന മതത്തിലാണ്, ഇദ്ദേഹം ഇന്ന മതത്തിലാണ്. അതേപോലെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. യെസ്, റോൾ കോൺഫ്ലിക്റ്റ്. ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണ്, ഇവര് കോൺഗ്രസ് ആണ്, ഇങ്ങനെ തുടങ്ങി നമുക്ക് ഒരുപാട് മെമ്പർഷിപ്പ് ഉണ്ട്. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. നല്ല പണക്കാരനാണ് ഇവൻ, പാവപ്പെട്ടവനാണ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മെമ്പർഷിപ്പ് നമുക്ക് സമൂഹത്തിലുണ്ട്. ഇതെല്ലാം റിസർച്ചിന്റെ ഡേറ്റ കളക്ഷനിൽ ചിലപ്പോ നമുക്കറിയാതെ അത് റിഫ്ലക്ട് ചെയ്തു പോകും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, സ്കൂളിന്റെ ബെല്ലടിക്കുമ്പോൾ, when the school bell rings, സ്കൂൾ ബെല്ലടിക്കുന്ന സമയത്ത് അത് ക്ലാസ്സിൽ കയറാനുള്ള ഒരു സാധനമല്ല. ആ ബെല്ലടി കേൾക്കുന്നത് സമൂഹമാണ്. ആ ബെല്ലടി കേൾക്കുമ്പോൾ ഈ ക്ലാസ് റൂമിലേക്ക് വരുന്നത് ആരൊക്കെ വരുന്നത്? ജെൻഡർ കംസ്, കമ്മ്യൂണിറ്റി കംസ്, റിലീജിയൻ കംസ് അല്ലേ? ദെൻ എക്കണോമിക് സ്റ്റാറ്റസ് കംസ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പിന്നെ കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പാണ് കടന്നു വരുന്നത്. ഒരു ടീച്ചർക്ക് ഇതൊന്നും ക്ലാസ് റൂമുകളിൽ റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല എന്നതാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അത് റിഫ്ലക്ട് ചെയ്യും അല്ലേ? ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്, ഭംഗിയുള്ളവർ, ഭംഗിയില്ലാത്തവർ. ഇത് നമ്മൾ ഇല്ലാന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് നമുക്ക് സമൂഹം തന്നിട്ടുണ്ട്. ഭംഗിയുള്ള കൂട്ടത്തിലാണ് അവർ, ഭംഗിയില്ലാത്ത കൂട്ടത്തിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ക്ലാസ്സിലേക്ക്, ഒരു സ്കൂളിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് 1ാം ക്ലാസ്സിലെ കുട്ടികൾ 2 പീരീഡ് കഴിഞ്ഞ് അവർ ബാത്റൂമിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും. ഒരേ പ്രായത്തിലുള്ള മക്കൾ ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ കുണുങ്ങി പോവാണ്. അങ്ങനെ അവർ തിരിച്ചു വരുവോളം നമ്മൾ കാത്തിരിക്കുകയാണ് ഈ കാഴ്ച കാണാൻ. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ ഇങ്ങനെ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ 3ാമത്തെ കുഞ്ഞിന്റെ കവളിൽ പിടിക്കും, ഹായ് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറെ പിള്ളേർ പോയിട്ട് കുറെ കഴിയുമ്പോൾ 8ാമത്തെ കുഞ്ഞിന്റെ കവളിൽ. ഏതായിരിക്കും നമ്മൾ കവളിൽ പിടിച്ചത്? സംഭവം ഉറപ്പാണ്. എന്താ? നല്ല തടിയും മണ്ണൊക്കെ ഉള്ള, നല്ല മുടിയൊക്കെയുള്ള, സൗന്ദര്യമുള്ള കുട്ടിയുടെ കവളിലാണ് നമ്മൾ പിടിച്ചത് അല്ലേ? എന്താ കാര്യം? എനിക്കൊരു മെമ്പർഷിപ്പ് ഉണ്ട് അതിനകത്ത്. ആ മെമ്പർഷിപ്പ് റിഫ്ലക്ട് ചെയ്തതാണ്. ഞാനും ഭംഗിയുള്ള കൂട്ടത്തിലാണ് അല്ലേ? അതവിടെ ഇത് ചെയ്യും. മനുഷ്യനായതുകൊണ്ട് ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഡേറ്റ കളക്ട് ചെയ്യാൻ പോണ സമയത്ത് ഞാൻ എന്റെ സമുദായത്തിലെ ആളുകളെ മാത്രം ഞാൻ നോക്കി ഡേറ്റ കൊടുത്താൽ അത് എത്തിക്സിനെതിരാണ്. അത് റിഫ്ലക്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്റെ മതത്തിൽ തന്നെ ജാതികൾ നോക്കി അത് കണ്ടാൽ തന്നെ അറിയുന്ന കോലത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ ഉള്ളത് അല്ലേ? അത് നോക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്ക് സമീപിക്കാൻ ഏറ്റവും എളുപ്പം സ്ത്രീകളാണെന്ന് ധരിച്ചിട്ട് എന്റെ ജെൻഡർ ഈസ് റിഫ്ലക്റ്റഡ്. റോൾ കോൺഫ്ലിക്റ്റ് ആണത്. ഇത്തരത്തിലൊന്നും ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുത് എന്നതാണ്. 8ാമത്തതാണ് ഫാബ്രിക്കേറ്റഡ് റിപ്പോർട്ടിംഗ്. ഫാബ്രിക്കേറ്റഡ് റിപ്പോർട്ടിംഗ്. ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഏതാ? എവിഡൻസ് ബേസ്ഡ് റിസർച്ച് റിപ്പോർട്ടിംഗ്. ഫാബ്രിക്കേറ്റഡ് റിപ്പോർട്ടിംഗ്. കെട്ടിച്ചമച്ചുണ്ടാക്കിയ
അല്ലെങ്കിൽ സ്വയം ഭാവനയിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന റിപ്പോർട്ടിംഗ്, ഫാബ്രിക്കേറ്റഡ് റിപ്പോർട്ടിംഗ്. അപ്പൊ അവിടെ എന്താ ഉള്ളത്? ബ്രാക്കറ്റ് എഴുതണം, ലാക്ക് ഓഫ് ക്രെഡിബിലിറ്റി. അവന്റെ വിശ്വാസ്യതയാണ് അത് ബാധിച്ചിട്ടുള്ളത്. ലാക്ക് ഓഫ് ക്രെഡിബിലിറ്റി. ഒമ്പതാമത്തത് 9th one, പ്ലേജറിസം. അത് നമ്മളൊക്കെ കേട്ടൊരു വാക്കാണ് പ്ലേജറിസം. PLAGARIS, പ്ലേജറിസം. പ്ലേജറിസം പ്ലേജറിസം എന്ന് പറഞ്ഞാൽ സ്റ്റീലിംഗ് ദ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഒരാളുടെ ബുദ്ധി സമ്പത്തിനെ നമ്മൾ അവൻ അറിയാതെ കട്ടുകൊണ്ടുപോകുക, അല്ലെ? സ്റ്റീലിംഗ് ദ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. നമ്മൾ പറയാറുണ്ട് ഇപ്പോഴുള്ള സകല മനുഷ്യരും കള്ളന്മാരാണെന്ന്. രാത്രി കാലത്ത് വീട് കയറി അവന്റെ ഫിസിക്കലായ ഒരു സാധനം മോഷ്ടിക്കുന്നതിനേക്കാൾ മോശമാണ് അയാൾ എഴുതിയ അയാളുടെ ചിന്തകളെ അയാളുടെ സമ്മതമില്ലാതെ അത് കട്ടുകൊണ്ടുപോവുക എന്നത് അതിനേക്കാൾ മോശമാണ്. ഇതിനെയാണ് പ്ലേജറിസം എന്ന് നമ്മൾ പറയാം. ഇപ്പോ എല്ലാ യൂണിവേഴ്സിറ്റികളിലും, ഈവൻ ഇൻ ദ കേരള യൂണിവേഴ്സിറ്റി, പ്ലേജറിസം ചെക്ക് ചെയ്തതിന് മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ. അഥവാ ഒരു സൈറ്റിലൂടെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ എഴുതിയ സാധനം മുഴുവൻ കടത്തിക്കൊണ്ടുപോകുമ്പോ ഇന്നാലിന്ന സെന്റൻസ് എടുത്തിട്ടുള്ളത് ഇന്നാലിന്നവന്റെ വീട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിന്റെ അഡ്രസ് വരെ കാണിക്കും. ദാറ്റ് മീൻസ് ഏത് സൈറ്റിൽ നിന്ന് ആണ്, എത്രാമത്തെ പാരഗ്രാഫാണ് അവൻ കട്ടെടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായി കാണിക്കും, അല്ലെ? അതില്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടേതായ ഒരു സാധനം അതിനകത്ത് കാണില്ല. വാട്ട് റിസർച്ച് ഈസ് ജസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ്. ഇങ്ങനെ ആയി മാറിയിരുന്നു. വേറെ ആരൊക്കെയോ പറഞ്ഞ സാധനം കട്ട് ആൻഡ് പേസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പൊ അത് പിടിക്കപ്പെടാനാണ് ഈ പ്ലേജറിസം ചെക്ക് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റി പറയുന്നത് 10% വരെ ആകുന്നതാണ് നല്ലത്. 10% കൂടുതൽ ഉണ്ടെങ്കിൽ അതിങ്ങനെ കണ്ടന്റ് കുറച്ച് വരണം. ചിലപ്പോ സംഭവിക്കും. കാരണം ഒരു സെന്റൻസ് തന്നെ വേറൊരാൾ പറയുന്നത് നമ്മൾ പറയുന്നത് ഒരുപോലെ ആയിരിക്കും. എന്നാലും അതിന്റെ സ്ട്രക്ചറും അതിന്റെ വെക്കോബുലറി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടെങ്കിലും പ്ലേജറിസം കുറച്ചു കൊണ്ടുവരണം. 10 അവസാനത്തതാണ് റിസർച്ച് എത്തിക്സിന്റെ അവസാനത്തതാണ് ജസ്റ്റിസ്. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരോടും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക എന്നത്. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ, ജസ്റ്റിസ്. അതെ, എല്ലാവരെയും ഒരുപോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെ? എന്താ സാധനം? അത് ചിലപ്പോൾ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും പരമാവധി നമ്മൾ അങ്ങനെയാകാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ മൂഡ് അനുസരിച്ച് the mood of the researchers may not reflect on the participants. എല്ലാവരോടും നീതി പുലർത്തണം. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ 30 മിനിറ്റുള്ള 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത അതേ ക്വസ്റ്റ്യൻ പേപ്പർ വേറൊരു സ്കൂളിൽ ചെന്നപ്പോ അവർക്ക് 40 മിനിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത് ജസ്റ്റിസ് അല്ല, അല്ലെ? അപ്പൊ ശരിക്കും നമ്മുടെ ഡേറ്റ കളക്ഷനിൽ വലിയൊരു ഡീവിയേഷൻ സംഭവിക്കും. കാരണം ടൈമിംഗ് കൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ടൈമിംഗും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരാൾക്ക് 30 മിനിറ്റും വേറൊരാൾക്ക് 40 മിനിറ്റും കൊടുക്കരുത്. എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഡേറ്റ് എന്ത് ചെയ്തു? ഇങ്ങനെ ഇതെല്ലാം നോക്കി റിസർച്ച് എത്തിക്സിന്റെ പ്രശ്നം എവിടെയും വരാതെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് അതിനകത്ത് അടുക്കില്ല, ചിട്ടയില്ല, റോ ഡാറ്റയാണ്, അല്ലെ? റഫ് ഡാറ്റയാണ്. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാവുകയില്ല.
ഇതെന്താ ചെയ്യണമെന്ന് അറിയില്ല, ഇതെങ്ങനെ വേർതിരിച്ച് വേറെ വേറെ ബാഗുകളിലാക്കണമെന്ന് നമുക്കറിയില്ല. പരന്ന് ഇങ്ങനെ സ്കാറ്റേർഡ് ആയി ഇങ്ങനെ കിടക്കുകയാണ് ഈ സാധനം. ഇനി ഈ കിടക്കുന്ന സാധനത്തെ അടുക്കി പെറുക്കി ഓർഡറിലാക്കി ഇന്നാലിന്നത് ഇന്നതിലും അതുകൊണ്ട് അർത്ഥം ഇതാണെന്നും അത് ഇങ്ങനെ വരാൻ കാര്യം ഇതൊക്കെയാണെന്നും എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് വലിയ ഒരു പ്രോസസ്സാണ് അല്ലേ? ഒരുപക്ഷെ റിസർച്ചിന്റെ ഏറ്റവും കഠിനമുള്ള റിസ്കി പാർട്ട് അല്ലെങ്കിൽ ഹാർഡ് ടാസ്ക് എന്ന് പറയുന്ന സാധനമാണിത്. സ്റ്റാറ്റിസ്റ്റീഷ്യനെ കണ്ട് കണക്കുണ്ടാക്കി അല്ലെ, അത് കൃത്യതയിൽ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുക, കണ്ടെത്തുന്നതും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, അത് വലിയൊരു സാധനമാണ്. അപ്പൊ 9ാമത്തെ സ്റ്റെപ്പാണ് റിസർച്ചിന്റെ 9th സ്റ്റെപ്പാണ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. എന്താണ് അനാലിസിസ്, എന്താണ് ഇന്റർപ്രിട്ടേഷൻ അല്ലെ? ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ വലിയ റിസ്ക് കഴിഞ്ഞു. ചിലപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും റെപ്രസെന്റ് ചെയ്ത് കഠിനമായി യാത്ര ചെയ്ത് ക്ഷീണിച്ച് തളർന്ന എല്ലാം കിട്ടി ഒരു ബാഗിലാക്കി വീട്ടിലെത്തിയപ്പോഴാണ് കൺഫ്യൂഷൻ തുടങ്ങുന്നത്. ഇത്രയും ഡേറ്റ ഇനി എങ്ങനെയാണ് അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളത്, ഇതിനെങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതൊരു ഹാർഡ് ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഇവിടെ ഒന്നും നമുക്ക് പറയേണ്ടതില്ല, ഇതൊന്നും പഠിപ്പിക്കാനുമില്ല. പക്ഷെ അതിന്റെ എന്താണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ അത് മാത്രം അറിഞ്ഞാൽ മതി. ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ്, അത് ആ പ്രക്രിയയാണ്. ഈസ് ദ പ്രോസസ് ഓഫ് എന്ത് പ്രക്രിയ? ഓർഡറിങ്. ഓർഡറിലാക്കണം. സ്ട്രക്ചറിങ്, അതൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം. ആൻഡ് ഗിവിംഗ് മീനിങ്, അതിനർത്ഥം കൊടുക്കണം. ഗിവിംഗ് മീനിങ് to the collected raw അല്ലെങ്കിൽ റഫ് RAW raw data, അരിച്ചെടുക്കാത്ത അല്ലെ, ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് കിടക്കണ ഈ ഡേറ്റക്ക് മീനിങ് നൽകുന്നതിനെയാണ് നമ്മൾ ഡേറ്റ അനാലിസിസ് പറയുക. എളുപ്പമാണ് അത് പഠിക്കാൻ. ഡേറ്റ അനാലിസിസ് ഈസ് ദ ഓർഡറിങ്, structuring and giving meaning to the collected rough data അല്ലേ? കൈ കിട്ടി ഈ റഫായി കിടക്കുന്ന ഈ സാധനത്തിന് നമ്മൾ ശരിക്കും ഇങ്ങനെ രൂപം നൽകണം. ഇനി വേറൊരു ഡീപ്പ് ഡെഫിനിഷൻ ആണ്, ഒന്നുകൂടെ അതിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ്, ദ ബ്രേക്കിംഗ് ഡൗൺ, മുറിച്ച് കൊണ്ടുവരിക. ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് the complex research material. ഈ വളരെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഈ റിസർച്ച് മെറ്റീരിയലിനെ നമ്മൾ പൊട്ടിച്ചെടുക്കണം, ചെറു കഷ്ണാക്കി വെക്കണം. എന്തിലേക്കാക്കണം? into its, അതിന്റെ into its fundamental and simplified state, ലഘൂകരിച്ച, അതിന്റെ ബേസിക് ആയി ഒരാൾക്ക് വായിക്കാവുന്ന തരത്തിലേക്ക്, സ്റ്റേറ്റിലേക്ക്, അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുവരിക. The breaking down of the complex research material into its fundamental and simplified state. ഇതാണ് ഡേറ്റയുടെ അനാലിസിസ് എന്നതിന്റെ നിർവചനം. അപ്പൊ എന്താ ഇന്റർപ്രിട്ടേഷൻ? ആ വാക്കിൽ നിന്ന് തന്നെ ആ സാധനം റെഡിയാണ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഇത് റിസർച്ചർ പറയണം അല്ലെ? അത് പറയുമ്പോ എന്റെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങോട്ട് പറയാനും പറ്റൂല.
പിന്നെ എങ്ങനെ പറയും? There are well established rules of language of interpretation. കാലങ്ങളായി റിസർച്ച് ഏരിയയിൽ ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ഒരു വഴിയൊക്കെ ഉണ്ട്. അതനുസരിച്ച് വേണം ഇന്റർപ്രറ്റ് ചെയ്യാൻ, അല്ലേ? അപ്പൊ ആ ഭാഷയുടെ ലാംഗ്വേജ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഗിവ്സ് ദ ബ്യൂട്ടി ഓഫ് ദ റിസർച്ച്. റിസർച്ചിന്റെ ആ ഒരു റിസർച്ച് തിസീസിന്റെ ഭംഗി നൽകുന്ന സാധനമാണ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്സ് ഇന്റർപ്രിട്ടേഷൻ. അത് നമുക്ക് ചെയ്യാനുള്ളത് പല രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്റർപ്രിട്ടേഷന്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ 2-3 തിസീസ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഹൗ ദേ ബ്യൂട്ടിഫുള്ളി ഇന്റർപ്രിറ്റ് ദ സിമ്പിൾ ഡേറ്റ. സിമ്പിളായ ഒരു കാര്യമായിരിക്കും, പക്ഷെ അവർ പറഞ്ഞത് എന്തോ മനോഹരമായിട്ടാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറയുമ്പോ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഈസ് എന്തോന്നാ? അസൈനിങ് എ മീനിങ്. അതിനർത്ഥം നമ്മൾ അങ്ങോട്ട് വകവെച്ചു കൊടുക്കണം. അസൈനിങ് എ മീനിങ് ടു ദ ഇൻഫർമേഷൻ അനലൈസ്ഡ്. അവരിൽ നിന്ന് കിട്ടിയ ആ ഇൻഫർമേഷൻ അനലൈസ് ചെയ്തതിന് നമ്മളൊരു അർത്ഥം വെച്ചു കൊടുക്കുന്നു. ആൻഡ് പിന്നെ ഡിറ്റർമിൻ പിന്നെ നമ്മൾ തീരുമാനിക്കുന്നു അതിന്റെ സിഗ്നിഫിക്കേഷൻ, അതിന്റെ പ്രത്യേകതയും സിഗ്നിഫിക്കേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ അപ്പൊ ആ ഭാഗവും കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് ഇത്രയും കുറെ ദിവസമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേലെ റിസർച്ചിന്റെ അവസാനത്തെ സ്റ്റെപ്പ്. ഇതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മിനുക്ക് പണികളെ ബാക്കിയുള്ളൂ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇടയ്ക്ക് ചോദിക്കാവുന്ന ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളെ ഷൂട്ട് ചെയ്യാൻ നമ്മൾ ഏത് ഭാഗങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതേ ഇനി ബാക്കിയുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് 10ാമത്തെ സ്റ്റെപ്പ് കൂടെ നമ്മൾ പഠിക്കണം. റിസർച്ചിലെ 10ാമത്തെ സ്റ്റെപ്പാണ് റൈറ്റിംഗ് ദ റിപ്പോർട്ട്. എല്ലാം കഴിഞ്ഞ് ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അതെല്ലാം റെഡിയാക്കി ശ്വാസം അങ്ങനെ വിടും. ഓ ഇതൊന്ന് കഴിഞ്ഞല്ലോ, ഇനി എഴുതാൻ മാത്രം ചെയ്താൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ എഴുത്തുണ്ടല്ലോ, അതങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോഴാണ് ഇതങ്ങോട്ട് മൂവ് ചെയ്യൂല. എവിടെയൊക്കെയോ അങ്ങനെ പിടിക്കും, അല്ലെ? എവിടെയൊക്കെയോ അങ്ങനെ പിടിച്ച് വലിക്കലുണ്ടാവും. അത് മുന്നോട്ട് പോകാനേ സമയം ഒരു പുള്ളിങ് ഫോഴ്സ്. നമ്മൾ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതോറും ഇങ്ങനെ പിറകോട്ട് ഇങ്ങനെ വരും, അല്ലെ? അപ്പൊ അതുകൂടെ ഒരു നമ്മളെ റൈറ്റിംഗ് ദ റിപ്പോർട്ട് ഈസ് ആൻ ആർട്ട്. അതൊരു കലയാണ്, അല്ലെ? അതൊരു കലയാണ്. അപ്പോ റിപ്പോർട്ട് റൈറ്റിംഗ് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോകണം. വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇതെല്ലാം. ഒന്ന്, റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. അതില് ഒന്നാമത്തതാണ്, അതിൽ നമ്പർ 1 നോവൽറ്റി. ഒരു പുതുമ, അല്ലെങ്കിൽ ഒരു നോവല് വായിക്കുന്നത് പോലെ ഒന്നിങ്ങനെ വായിക്കുമ്പോഴേക്കും അടുത്തതിലേക്ക് ഇങ്ങനെ വായിക്കണം എന്ന് റീഡറെ പിടിച്ചു വലിക്കുന്ന ഒരു സാധനം. ദിസ് ഈസ് നോവൽറ്റി, അല്ലേ? ഇങ്ങനെ വായിക്കുമ്പോ തന്നെ അത് ഫുള്ള് ഇങ്ങനെ വായിക്കണം എന്നൊരു കൊതി ഉണ്ടാവും.
സെന്റൻസ് വായിക്കുമ്പോഴും ദ റീഡർ ഈസ് അട്രാക്റ്റഡ് എന്തിന്? ടു ട്രാവൽ ഇൻ ടു ദ ഡീപ്പ് ഓഫ് ദ തിസിസ്. ഇതിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി അവനെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോണ്ട് പോകും, ഇറക്കിക്കൊണ്ട് പോകും. നോവൽ വായിക്കുമ്പോ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലെ? നമുക്ക് പിന്നെ ഒറ്റ ചില നോവലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ, ഫുൾ റീഡിങ് ഇൻ എ സിംഗിൾ സെറ്റ്, ഒറ്റ ഇരുത്തത്തില് ഫുള്ള് നോവൽ വായിച്ചു കളയും. എന്താണ് അതിന്റെ കാര്യം? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് നോവൽറ്റി. നോവൽറ്റി ഉണ്ടാവണം അല്ലേ? 2, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം. സിമ്പിൾ ലാംഗ്വേജ്. എനിക്ക് കുറെ വാക്കുകൾ അറിയാം, എനിക്കറിയാവുന്ന ഏറ്റവും കട്ടിയുള്ള വേർഡ്സ് ഒക്കെ ഇതിൽ കയറ്റിയിട്ട് എന്റെ അറിവ് പ്രദർശിപ്പിക്കാനുള്ള സാധനമല്ല എന്റെ റിസർച്ച് തിസിസ്. റിസർച്ച് പൂർത്തിയായതിനു ശേഷം ഈ സാധനം പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഇത് സമൂഹത്തിന്റെയാണ്, നമ്മളതല്ല, നമ്മൾ ബാഗിലിട്ട് അടക്കേണ്ടതല്ല, പിന്നെ അവരുടേതാണ് ആ സാധനം. നടത്തുന്നത് വരെ അത് എന്റേതാണ്. എന്റെ ഡാറ്റ ഞാൻ ആർക്കും കൊടുക്കൂല അല്ലെ, ഒക്കെ നമ്മുടേതാണ്. പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് പൊതു നാട്ടുകാർക്കുള്ളതാണ്, അവരാണത് വായിക്കേണ്ടത്. അപ്പൊ അവർക്ക് വായിക്കാവുന്ന some attraction, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം അല്ലെ, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന സാധനമായിരിക്കണം. 3-മത്തതാണ് കൺസെപ്ച്വൽ ചെയിനിങ്. കൺസെപ്ച്വൽ ചെയിനിങ് വായിക്കുന്ന ഒരാൾക്ക് തിസീസിന്റെ തുടക്കത്തിലെ ഫസ്റ്റ് സെന്റൻസ് മുതൽ ലാസ്റ്റ് അല്ലെ സെന്റൻസ് വരെ എവിടെയോ ഒരു പൊട്ടലുണ്ട്, എവിടെയോ ഇങ്ങനെ ജറക്കുന്നുണ്ട്, അങ്ങനെ തള്ളുന്നുണ്ട്, കുലുങ്ങുന്നുണ്ട്. അത് കുലുങ്ങാതെ ഗ്രീസ് ചെയ്ത ഒരു സെന്റൻസിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ കണ്ണി കോർത്ത് വരുന്നതിനെയാണ് നമ്മൾ കൺസെപ്ച്വൽ ചെയിനിങ് എന്ന് പറയുന്നത്. മിക്ക തിസീസുകളും ഒരു റീഡർ ഒരു പേജ് പോലും വായിക്കാറില്ല, കാരണം അങ്ങനെയാണത് എഴുതി വെക്കാറുള്ളത്. അതെ, കൺസെപ്ച്വൽ, CONCEPT, കൺസെപ്റ്റ്, then UAL, yes, conceptual chaining. 4-മത്തത് റിസർച്ച് ഫോർമാറ്റ്. റിസർച്ചിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിനകത്തായിരിക്കണം ഈ റിപ്പോർട്ട് എഴുതേണ്ടത്. ഇവിടെ നിന്നാണ് നമുക്ക് ചോദ്യം വരാറുള്ളത്. റിസർച്ച് ഫോർമാറ്റ്, റിസർച്ചിന്റെ ഫോർമാറ്റ് കൃത്യമായിരിക്കണം. 5-മത്തത് സ്പെല്ലിംഗ് എറേഴ്സ്, ഇത് ഉണ്ടാവാൻ പാടില്ല. എങ്ങനെ നമ്മൾ നോക്കിയാലും, ഒരു 10 തവണ വായിച്ച് നോക്കിയാലും അവസാനം ഇതെല്ലാം പ്രിന്റ് ചെയ്ത് കയ്യിൽ കിട്ടി ആദ്യത്തെ പേജ് നോക്കുമ്പോ അതിൽ കാണാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. റിസർച്ചർ ഏത് സാധനം വായിക്കുമ്പോ അവന്റെ മനസ്സിങ്ങനെ പാറി പറന്നായിരിക്കും കിടക്കുക. ഇത് ചെയ്യാൻ പറ്റുന്നത് ഇതറിയുന്ന വേറൊരാളെ കൂടെ വായിപ്പിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം കുറെ വായിക്കണം, അത് കഴിഞ്ഞ് അതല്ലാത്ത ഒരാൾക്ക് വായിക്കാൻ കൊടുത്തിട്ട് സ്പെല്ലിംഗ് എറേഴ്സ് തിരുത്താൻ പറ്റും. നമ്മുടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കറക്റ്റ് കണ്ടുപിടിക്കും. സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല. 6th one, typographical mistakes. Typographical mistakes. TYPOGRAPHICAL. Typographical mistakes. സ്പേസ് കൂടി പോവുക, ഇങ്ങനെ തുടങ്ങി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാവുന്നത് എന്തൊക്കെയാണോ അതെല്ലാം. 7th one, referencing format. Referencing format. നമ്മൾ റെഫറൻസ് എഴുതുമ്പോ അതിന്റെ ഫോർമാറ്റില് ശ്രദ്ധ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് റിസർച്ചിന്റെ സ്റ്റെപ്പിലെ അവസാനത്തെ ഭാഗമായ റൈറ്റിംഗ് ദ റിപ്പോർട്ട്.
അതിലെ 7 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ചോദ്യം വരുന്ന 2 ഭാഗമാണ് റിസർച്ച് ഫോർമാറ്റും റെഫറൻസിങ് ഫോർമാറ്റും. ഇതാണ് നമ്മുടെ സിലബസിൽ ഉള്ള ഒരു ഭാഗം. റെഫറൻസിങ് എങ്ങനെ, ദെൻ അതിന്റെ ഫോർമാറ്റ് എങ്ങനെ, റിസർച്ചിന്റെ ഫോർമാറ്റ് എങ്ങനെ എന്നാണ്. ഒരു ചോദ്യം എഴുതുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻ. ഒന്ന് എഴുതിക്കേ. in finalizing a thesis, this is writing format, comma, which of the following would form part of supplementary pages. ഒന്നുകൂടെ വായിക്കാം. In finalizing a thesis writing format, comma, which of the following would form part of supplementary pages? ഇനി 4 ഉത്തരം. നമ്പർ 1 bibliography, 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 and appendices, appendices, appendices. Number 2, list of tables and figures. Number 3, table of contents. Number 4, conclusions of the study. ഇനി ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കി. ഇപ്പൊ വല്ലതും അറിയോ? യെസ്, ഗൗരി പറയുന്നു നമ്പർ 1, കൃഷ്ണയും പറയുന്നു നമ്പർ 1, അതെ, അശ്വതിയും പറയുന്നു നമ്പർ 1 അല്ലേ? അപ്പൊ നമുക്കറിയാം ഒന്നാണ്. പക്ഷെ അത് ഫുള്ളായി അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സാധനം ഫോർമാറ്റ് ഓഫ് എ ഡിസർട്ടേഷൻ ഓർ തിസിസ്. ഡിസർട്ടേഷൻ എന്ന് പറയും കേട്ടോ, തിസിസിന് പകരം. ഫോർമാറ്റ് ഓഫ് എ തിസിസ്. ഇതിന് 3 ഭാഗമാണ് ഉണ്ടാവുക. 3 ഭാഗം അല്ലേ? 3 ഭാഗം. ഒന്ന്, ഇനീഷ്യൽ പേജസ്. ആദ്യ ഭാഗത്തെ ആ കുറെ പേപ്പറുകൾക്ക് പറയുന്ന പേരാണ് ഇനീഷ്യൽ പേജസ്. രണ്ടാമത്തെ ഭാഗം അതാണ് കൂടുതൽ ഉണ്ടാവുക അല്ലേ? രണ്ടാമത്തെ ഭാഗം അതാ ഒരു തിസീസിന്റെ കാവൽക്കാരാണ് അവർ. മുന്നിലും പിന്നിലും 2 കാവൽക്കാരുണ്ടാവും. അപ്പൊ മുന്നിലെ കാവൽക്കാരെ നമ്മൾ പറയുന്നത് ഇനീഷ്യൽ പേജസ് എന്നാണ്. അതിന്റെ മിഡിലുള്ളതാണ് ചാപ്റ്റേഴ്സ് ഓർ കണ്ടന്റ്സ്. ചാപ്റ്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ കണ്ടന്റ്സ്. മൂന്ന്, സപ്ലിമെന്ററി പേജസ്.
സപ്ലിമെന്ററി പേജസ്. ഈ ഭാഗത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ? സപ്ലിമെന്ററി പേജസിൽ എന്തൊക്കെ കാണും? അപ്പൊ നമ്മൾ എന്തോ പഠിക്കണം? നമ്മൾ പഠിക്കേണ്ടത് ഇനീഷ്യൽ പേജസിൽ എന്ത് വരും, സപ്ലിമെന്ററി പേജസിൽ എന്ത് വരും, പിന്നെ നടുവിൽ ചാപ്റ്റേഴ്സിനകത്തൊക്കെ എന്തൊക്കെ ഇതിനകത്ത് വരും. അത് പഠിക്കുമ്പോൾ ആ ഫോർമാറ്റ് ക്ലിയർ ആവും. ഇനീഷ്യൽ പേജസ് എന്ന് നമ്മൾ എഴുതിയില്ലേ ആദ്യ ഭാഗം, ആ ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോ ഇനീഷ്യൽ പേജസ് എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്ത് അതിന്റെ താഴെ ഇങ്ങോട്ട് എഴുതണം. ഇതൊക്കെ വരൂ. വളരെ സിമ്പിൾ ആണ് പഠിക്കാൻ, ഇപ്പോഴേ പഠിച്ചു പോകാവുന്നതാണ് അല്ലേ? ആദ്യത്തെ പേജില്, ഒന്നാമത്തെ പേജില് എന്തോ വരും, അതിനെ പറയുന്നത് ടൈറ്റിൽ പേജ് എന്നാണ്. ടൈറ്റിൽ പേജ്. നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിച്ച ആ ടൈറ്റിൽ അത് മാത്രം എഴുതും. പിന്നെ നമ്മുടെ പേര്, നമ്മുടെ ഗൈഡിന്റെ പേര് എഴുതണം. യൂണിവേഴ്സിറ്റി വേണമെങ്കിലും എഴുതാം. ഇത്ര മാത്രമേ വരുള്ളൂ. അപ്പൊ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഈ ടൈറ്റിൽ എഴുതും, ആരാണിത് പഠിച്ചത്, ആർക്ക് കീഴിലാണ് പഠിച്ചത്, എവിടെയാണിത് പഠിച്ചത്. ഇത് 4 അടങ്ങിയ ഒരു പേജാണ് യഥാർത്ഥത്തിൽ ടൈറ്റിൽ പേജ്. ക്ലിയർ? നമ്പർ 2, രണ്ടാമത്തത് ഡിക്ലറേഷൻ പേജ്. ഡിക്ലറേഷൻ പേജ്. ഡിക്ലറേഷൻ പേജ്. ഡിക്ലറേഷൻ പേജ് എന്ന് പറഞ്ഞാല് റിസർച്ചർ ആണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. യെസ്, ടോപ്പിക്കാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത്. നമ്മൾ ടോപ്പിക്കിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയാം കേട്ടോ. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ചില ഈ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് MA-ക്ക് പഠിക്കുമ്പോൾ, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ അതിന് ടോപ്പിക് എന്ന് പറയും. റിസർച്ച് ലെവലിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ ടൈറ്റിൽ എന്നാ പറയുക. രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ പേജ് ആണ് അല്ലേ? ഡിക്ലറേഷൻ പേജ്. ഡിക്ലറേഷൻ പേജ് എന്ന് പറഞ്ഞാൽ റിസർച്ചർ ഡിക്ലെയർ ചെയ്യണം, ഞാൻ ഇപ്പോൾ പഠിച്ചു തീർന്ന ഈ സാധനം എനിക്ക് മുമ്പ് ഒരിടത്തും ഒരാളും ഒരിക്കലും നടത്തിയിട്ടില്ല. ഈ ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു ഡിഗ്രിയിലും ഒരു കുഞ്ഞും ഞാൻ ഈ പഠിച്ചത് പഠിച്ചിട്ടില്ല എന്ന് സത്യം ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു എന്ന് റിസർച്ചർ പറഞ്ഞ് അതിന്റെ താഴെ ഒപ്പിട്ട് കൊടുക്കണം. ഇതാണ് ഡിക്ലറേഷൻ പേജ്. അത് കഴിഞ്ഞ് മൂന്നാമത്തേതാണ് സർട്ടിഫിക്കറ്റ് ഫ്രം റിസർച്ച് ഗൈഡ്. റിസർച്ച് ഗൈഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് പേജ് ആണ് സർട്ടിഫിക്കറ്റ് പേജ്. എന്താ സർട്ടിഫിക്കറ്റ് പേജ്? സർട്ടിഫിക്കറ്റ് പേജ് എന്ന് പറഞ്ഞാല് റിസർച്ച് ഗൈഡ് ആണ് അതിന്റെ താഴെ ഒപ്പിടേണ്ടത്. അദ്ദേഹം പറയുന്നത് എന്റെ കീഴിൽ ഇന്ന ടൈറ്റിലിൽ അഥവാ ഇന്ന ടോപ്പിക്കിൽ റിസർച്ച് ചെയ്ത ഈ സാധനം വേറെ ഒരിടത്തും നടന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഗൈഡും താഴെ ഒപ്പിട്ട് കൊടുക്കണം. ഇതാണ് ഡിക്ലറേഷൻ അല്ല സർട്ടിഫിക്കറ്റ് ഫ്രം റിസർച്ച് സൂപ്പർവൈസർ ഓർ റിസർച്ച് ഗൈഡ്. നാലാമത്തെ പേജിന് നമ്മൾ പറയുന്നത് അക്നോളജ്മെന്റ് പേജ്. അക്നോളജ്മെന്റ് പേജ്. അക്നോളജ്മെന്റ് പേജ്. അക്നോളജ്മെന്റ് പേജ് എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനെ അംഗീകരിക്കുകയാണ് സാധനം. മനുഷ്യൻ ഒരു കാര്യം അംഗീകരിക്കുകയാണ്. അതിലയാൾ എഴുതേണ്ടത് എന്റെ ഈ റിസർച്ച് ഈ ചെറിയ സമയത്തിനുള്ളിൽ ഈ വലിയ പഠനം സാധിക്കുമായിരുന്നില്ല, പക്ഷെ അത് സാധിപ്പിച്ചതിന് പിറകിൽ എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ അംഗീകരിക്കുകയാണ്. ഗൈഡിനെ, യൂണിവേഴ്സിറ്റിയെ, ലൈബ്രറിയനെ, കൂട്ടുകാരെ,
അല്ലെ? ഡാറ്റ കളക്ട് ചെയ്യാൻ ചെയ്ത കുട്ടികളെ, അവിടുത്തെ പ്രിൻസിപ്പൽമാരെ, അവസാനം സ്വന്തം ഇണയെ വരെ അവരാണ് സാക്രിഫൈസ് ചെയ്തത്. ഇത്ര 5 വർഷക്കാലം എന്നെ അവർക്ക് നഷ്ടമായി. ഇങ്ങനെ തുടങ്ങി. ഈ റിസർച്ച് സാധ്യമാകുമായിരുന്നില്ല, ഇവരെല്ലാം കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് എന്ന് അവരെയൊക്കെ അംഗീകരിക്കുന്ന അംഗീകാരത്തിന്റെ പേജാണ് അക്നോളജ്മെന്റ് പേജ്. 5ാമത്തെ പേജിൽ വരേണ്ടത് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് അബ്സ്ട്രാക്ട് രത്ന ചുരുക്കം. ഒറ്റ പേജിനകത്ത് 500 പേജുള്ള എന്റെ തിസീസിന്റെ ഈ മുഴുവൻ കാര്യങ്ങളും ഒരു പേജിനകത്ത് ഒതുക്കിയെടുക്കുക എന്ന അത്ഭുതകരമായ പണി. അബ്സ്ട്രാക്ട് രത്ന ചുരുക്കം അല്ലേ? അത് ഭയങ്കര സാധനമുണ്ട്. അബ്സ്ട്രാക്ട് ഈ സാധനം റെഡിയാക്കി എടുക്കണം. ഒരുപാട് സമയം എടുക്കും അതിന് അല്ലേ? അഥവാ ഏതെങ്കിലും ഒരാള് തിസീസ് എടുത്തിട്ട് ഈ ഒരൊറ്റ പേജ് വായിച്ചാൽ ഇനി എനിക്ക് വായിക്കാനൊന്നും ഇല്ല, എല്ലാം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇനി വെറുതെ ആയിരിക്കും എന്റെ വായന എന്ന അവസ്ഥയിലേക്ക് അയാളെ ചിന്തിപ്പിക്കാൻ അത്രയും ചുരുക്കി എഴുതുന്ന സാധനമാണ് നമ്മള് അബ്സ്ട്രാക്ട്. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ പേജിൽ കണ്ടന്റ്സ്. കണ്ടന്റ് എന്തൊക്കെയാണ്? അതിലാണ് നമ്മൾ ചാപ്റ്റർ എഴുതേണ്ടത്. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. ഇങ്ങനെ തുടങ്ങി 5ഓ 6ഓ ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ ഇന്ന പേരും ഇന്ന പേജിൽ അത് കിടക്കുന്നു. ഇതാണ് കണ്ടന്റ് പേജ്. 7ാമത്തേത് ലിസ്റ്റ് ഓഫ് ടേബിൾസ്. ലിസ്റ്റ് ഓഫ് ടേബിൾസ്. ഈ തിസീസിന്റെ പേജ് മറിക്കുമ്പോ ഏതൊക്കെ പേജിൽ ടേബിൾ ഉണ്ടെന്നും ആ ടേബിളിന്റെ താഴെ നമ്മൾ, അല്ലെങ്കിൽ താഴെയോ മുകളിലോ ആയി, അതിനൊക്കെ ഒരു നിയമമുണ്ട്. എപ്പോഴാണ് മുകളിൽ എഴുതേണ്ടത്, എപ്പോഴാണ് താഴെ എഴുതേണ്ടത്. ആ ടേബിളുകൾ പേരെന്ത്, ഏത് പേജിൽ കിടക്കുന്നു, ഇതാണ് ലിസ്റ്റ് ഓഫ് ടേബിൾസ്. 8 ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ്. ചിത്രങ്ങളുടെ ലിസ്റ്റ്. ചിത്രങ്ങളുടെ ലിസ്റ്റ്. ഗ്രാഫ് ഉണ്ടാകും അല്ലെ? ചാർട്ടുകൾ ഉണ്ടാകും, പടങ്ങൾ ഉണ്ടാകും, മാപ്പുകൾ ഉണ്ടാകും, ഇതിനിടയിൽ നമ്മൾ എടുത്ത ഫോട്ടോസ് ഉണ്ടാകും. ഇങ്ങനെ തുടങ്ങി ടേബിൾ അല്ലാത്ത എല്ലാ പടങ്ങളും ഏത് പേജിലൊക്കെ ഉണ്ട് എന്ന് നമ്മൾ എഴുതി വെക്കണം. ഇതിനെയാണ് നമ്മൾ ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. 9-1 9ാമത്തേത് ലിസ്റ്റ് ഓഫ് അപ്പൻഡൈസസ്. അപ്പൻഡിക്സ് നമ്മൾ പറയില്ലേ, അതിന്റെ ബഹുവചനമാണ് അപ്പൻഡൈസസ്. ലിസ്റ്റ് ഓഫ് അപ്പൻഡൈസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ടൂൾ ഉപയോഗിച്ചു, ഞാൻ ഇന്ന ഷീറ്റ് ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോ ഏതെങ്കിലും ഒരാൾക്ക് അതൊന്ന് കാണണമെന്ന് തോന്നിയാൽ നമ്മള് തിസീസ് ഇങ്ങനെ വരുന്നതിന്റെ ഇടയിൽ എഴുതും ഇറ്റ് ഈസ് അപ്പൻഡഡ് ആസ് അപ്പൻഡിക്സ് 1. ബ്രാക്കറ്റിൽ എഴുതി വെക്കും നമ്മൾ. അപ്പൻഡിക്സ് 1 അത് കൊടുത്തിട്ടുണ്ട്, ഈ കാര്യത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയാൽ മതി എന്ന് പറയാം. അപ്പൊ തുന്നി ചേർത്ത സാധനം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് അപ്പൻഡൈസസ്. 10 അതിലെ ഇനീഷ്യൽ പേജസിലെ ലാസ്റ്റ് അവസാനത്തെ 10th പേജാണ് ലിസ്റ്റ് ഓഫ് അബ്രീവിയേഷൻസ്. ലിസ്റ്റ് ഓഫ് abbreviations. List of abbreviations. നമ്മൾ ചിലപ്പോ അക്രോണിംസ് ഉപയോഗിച്ച് കാണും. അക്രോണിംസ് മീൻസ് നമുക്കറിയാം എയ്ഡ്സ്. എയ്ഡ്സ് എഴുതിയിട്ടുണ്ടാവും, അക്യൂർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇതെല്ലാവർക്കും അറിയണമെന്നില്ല. അവ നമ്മള് ഈ അബ്രീവിയേഷൻ എഴുതും കേട്ടോ.
ലിസ്റ്റ് ഓഫ് അബ്രീവിയേഷൻസ്. ഏതൊക്കെയാണോ നമ്മുടെ ഷോർട്ട് ഫോം ഉപയോഗിച്ചത് അതിന്റെ എക്സ്പാൻഷൻ എഴുതിയ ലിസ്റ്റ് ഇങ്ങനെ കാണാം അല്ലേ? യെസ്. അപ്പോ ഇനീഷ്യൽ പേജസിന്റെ അവസ്ഥ അല്ലെ, അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു തിസീസിന്റെ ഫോർമാറ്റിന് 3 ഭാഗം ഉണ്ടാവും. നടുവില് കണ്ടന്റ് വെച്ചിട്ട്, മുതലാളി യജമാനനെ വെച്ചിട്ട്, മുന്നിലും പിന്നിലും അല്ലെ നമ്മള് സെക്യൂരിറ്റിയെ നിർത്തും. അപ്പൊ ആദ്യത്തെ കുറച്ച് പേജസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇനീഷ്യൽ പേജസ് എന്ന് പറയും. ആ ഇനീഷ്യൽ പേജസില് 10 പേജ് ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞ് മീനിങ്സ് ഏതു ലിസ്റ്റ് ഓഫ് അപ്പൻഡൈസസ്. ഇനി രണ്ടാമത്തത് കണ്ടന്റ് ഓർ ചാപ്റ്റേഴ്സ് അല്ലെ. ഒരു തിസീസിനകത്ത് 6 മാക്സിമം പോയാൽ 7 പിന്നെ മൊത്തത്തിൽ നമ്മൾ ലോകത്തെ തിസീസ് ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ 5, 7 ഈ അവസ്ഥയിലായിരിക്കും അതുണ്ടാവും. 5 എണ്ണം നിർബന്ധമായിരിക്കും. ഇനി അത് നമ്മൾ വലുതാക്കിയാൽ അത് 7 ചാപ്റ്റർ ആവാം അല്ലെ. അതെങ്ങനെയാണ്? ഒന്നാമത്തെ ചാപ്റ്റർ എപ്പോഴും ആ ചാപ്റ്റർ നമ്മൾ പറയാറുള്ളത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്നാണ്. ഇൻട്രൊഡക്ഷൻ അതായിരിക്കും എല്ലാ തിസീസിന്റെയും ഒന്നാമത്തെ ചാപ്റ്റർ. നമ്പർ 2 കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ചില ഡിസീസുകൾക്ക് കൺസെപ്ച്വൽ ഫ്രെയിംവർക്കേ കാണൂ, കൺസെപ്റ്റുകളായിരിക്കും ഉണ്ടാവുക. കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഫസ്റ്റ് ഒന്നും കൂടി പറയാമോ സർ? കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഇതാണ്. കൺസെപ്ച്വൽ CON. അല്ല സർ, ഫസ്റ്റ് വൺ. ഒന്ന് ഇൻട്രൊഡക്ഷൻ കേട്ടാ. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. ഓക്കേ, താങ്ക്യൂ. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ആണ്. യെസ്. ചാപ്റ്റർ 2 കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ചില തിസീസുകള് അത് സങ്കല്പങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് നമ്മൾ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പേര് കൊടുക്കും. എന്നാൽ ചില തിസീസുകൾക്ക് പേര് കൊടുക്കുക തിയററ്റിക്കൽ ഓവർവ്യൂ. തിയററ്റിക്കൽ THEORECTI തിയററ്റിക്കൽ ഓവർവ്യൂ. സ്പെല്ലിംഗ് ഒന്ന് വേണമെങ്കിൽ ആരെങ്കിലും എഴുതി കൊടുക്കും. തിയററ്റിക്കൽ ഓവർവ്യൂ, കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓർ തിയററ്റിക്കൽ ഓവർവ്യൂ. ഇത് നമ്മുടെ തിസീസിന്റെ ടൈറ്റിലിനെ ആശ്രയിച്ചിരിക്കും. ചിലത് കൺസെപ്റ്റിന്റെ പുറത്തായിരിക്കും, ചിലതിന് തിയറി ഉണ്ടാവും. യെസ്, തിയററ്റിക്കൽ ഓവർവ്യൂ, ദെൻ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. യെസ്. ഇനി ചിലപ്പോ ഇത് ചില ആളുകള് 2ഉം 3ഉം ചാപ്റ്റർ ഒരുമിച്ച് എഴുതും. മൂന്നാമത്തെ ചാപ്റ്റർ ഏതാ? റിവ്യൂ ഓഫ് related literature. Review of related literature. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഗവേഷണങ്ങളെ ഒക്കെ ഇങ്ങനെ അടുക്കി പൊറുക്കി വെക്കുക. ഇന്ന വർഷത്തിൽ ഇത് നടന്നു, ഇന്ന വർഷത്തിൽ ഇത് നടന്നു, അത് കഴിഞ്ഞ് ഇത് നടന്നു. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ അടുക്കി പൊറുക്കി വെക്കും. റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ. അപ്പൊ 2ഉം 3ഉം ചേർത്ത് എഴുതാം കേട്ടോ. 2ഉം 3ഉം ഒരാൾക്ക് ചേർത്ത് എഴുതാൻ പറ്റും. അല്ല, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി ചിലർക്ക് ഒരു ഇഷ്ടം, ഓരോരുത്തർക്കും ഒരു ഇഷ്ടം ഉണ്ടല്ലോ, ഉണ്ടാവുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് തോന്നിയാൽ അത് നമുക്ക് 2 ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ 2ഉം 3ഉം ഒരുമിച്ച് എഴുതാം. 4ാമത്തെ ചാപ്റ്റർ ആണ് മെത്തഡോളജി. മെത്തഡോളജി മെത്തഡോളജി ഈ ചാപ്റ്റർ ആണ് നമ്മുടെ
ഇവാലുവേഷന് വേണ്ടി പുറത്തു പോകുമ്പോൾ സൂപ്പർവൈസർ അല്ലെങ്കിൽ എക്സാമിനർ ആകെ വായിക്കുന്ന ചാപ്റ്ററാണ് മെത്തഡോളജി. മെത്തഡോളജി ചാപ്റ്റർ സ്ട്രോങ് ആണെങ്കിൽ ആ റിസർച്ച് സ്ട്രോങ് ആയിരിക്കും. എങ്ങനെയാണ് ഇത് ചെയ്തു തീർത്തുക എന്ന വഴിയാണ്, അല്ലെ? വഴിയറിയാതെ അലഞ്ഞു തിരിഞ്ഞാണെങ്കിൽ ആ തിസിസ് വാലിഡ് ആയിരിക്കില്ല. അതുകൊണ്ട് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് എഴുതാറുള്ളത് മെത്തഡോളജി. അഞ്ചാമത്തെ ചാപ്റ്റർ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. Analysis and interpretation. Analysis and interpretation. Chapter 6. Chapter 6. ആറാമത്തേത് summary. Conclusions, implications, recommendations, and conclusion and suggestions. Summary, conclusions, recommendations and suggestions. ഇത്രയും നീട്ടാം. അല്ലെങ്കിൽ സമ്മറി ആൻഡ് കൺക്ലൂഷൻസ് എന്നെഴുതാം, അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് എന്നെഴുതാം. അത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെ അത് എഴുതാം. സമ്മറി, കൺക്ലൂഷൻസ്, ഇംപ്ലിക്കേഷൻസ്, റെക്കമെൻഡേഷൻസ് ആൻഡ് സജഷൻസ്. ഇതാണ് ചാപ്റ്റർ പേജ്, അല്ലേ? ഇനി ഈ ചാപ്റ്റർ പേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നതിന്റെ പാറ്റേൺ ഒന്ന് നോക്കിക്കേ. എങ്ങനെ ഇനി ചോദ്യം വന്നേക്കാമെന്ന്. യെസ്, ഒരു ചോദ്യം എഴുതിക്കേ, ചെറുതാണ്. Which of the following statement is correct? ഒന്ന് in research objectives can be worded, worded, worded in question form. B. രണ്ടാമത്തേത് in research objectives can be worded in statement form. C. Question answer C. Objectives are to be stated. In
chapter 1 of the thesis. Chapter 1 of the thesis. അവസാനത്തത് സർ സി ഒന്നുകൂടെ പറയോ? സർ സി ഒന്നുകൂടെ പറയോ? പറയാം. Objectives are to be stated in chapter 1 of the thesis. D. All of the above. ഇതൊന്ന് ഉത്തരം പറഞ്ഞു നോക്കിയേ മക്കളെ, ഏതായിരിക്കും ഉത്തരം? യെസ്, ഗൗരി പറഞ്ഞു ബി എന്നാണ്. നിങ്ങളെ യോജിപ്പുണ്ടോ അതിനകത്ത്? പറയാം, ഒന്നുകൂടെ പറയാം. ഡി ഉത്തരം അല്ലേ? യെസ്, അമ്പിളി പറയുന്നു ഡി ആണെന്ന്. അപ്പൊ ഞാൻ ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഇത് നമുക്ക് ഇത് വളരെ ചെറിയ ഒരു ചോദ്യമാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ കൃത്യതയിൽ അറിഞ്ഞാലേ അത് നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഇൻ റിസർച്ച് objectives can be worded in question form. അപ്പൊ നമ്മൾ മക്കൾ അറിഞ്ഞിരിക്കണം, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യമാണ്. ഒരു ലക്ഷ്യം പറയുമ്പോ അതെങ്ങനെയാ ചോദ്യാവുക? എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം ഞാൻ ഒരു ചോദ്യ രൂപത്തിൽ പറഞ്ഞാൽ അവന് ലക്ഷ്യം പൂർണ്ണത്തിൽ ഫിക്സ് ആയിട്ടില്ലല്ലോ. യെസ്, നോക്കാം ഉത്തരം അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഹൈപ്പോത്തിസിസ് മാത്രമേ ക്വസ്റ്റ്യൻ ഫോമിൽ വരൂ. ഹൈപ്പോത്തിസിസ് ക്വസ്റ്റ്യൻ ഫോമിലാവാം. ഒബ്ജക്റ്റീവ്സ് ഒരിക്കലും ക്വസ്റ്റ്യൻ ഫോമിലാവാനേ പാടില്ല. ക്വസ്റ്റ്യൻ ഫോമിലായിക്കൂടാ അല്ലേ? രണ്ടാമത്തത്, in research objectives can be worded in statement form. സ്റ്റേറ്റ്മെന്റിൽ എഴുതാമോ? സ്റ്റേറ്റ്മെന്റിൽ എഴുതാൻ പറ്റുന്ന സാധനം ഒബ്ജക്റ്റീവ് അല്ല, ഹൈപ്പോത്തിസിസ് ആണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ തന്നെ ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ പിന്നെ എങ്ങനെ ഒബ്ജക്റ്റീവ്സ് എഴുതും? ഒബ്ജക്റ്റീവ്സ് എപ്പോഴും എഴുതുന്നത് യെസ് ആക്ഷൻ വേർഡിലായിരിക്കും. ടു സ്റ്റഡി, ടു എക്സാമിൻ അല്ലേ, ടു ഇൻവെസ്റ്റിഗേറ്റ്, ടു മെഷർ, ടു കമ്പയർ, ടു ഡിഫറൻഷിയേറ്റ്, ടു ഫൈൻഡ് ഔട്ട്, ഇങ്ങനെ തുടങ്ങിയ ആക്ഷൻ വേർഡിലെ അത് ഉപയോഗിക്കാവൂ. ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ സ്റ്റേറ്റ്മെന്റ് ഫോം. ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ക്വസ്റ്റ്യൻ ഫോമിലും ആകാം. പക്ഷെ ഒബ്ജക്റ്റീവ്സ് ഇത് രണ്ടിലും ആയിക്കൂടാ അല്ലേ? അപ്പൊ ഓൾ ഓഫ് ദി അബോവ് എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. ഒബ്ജക്റ്റീവ്സ് ആർ ടു ബി സ്റ്റേറ്റഡ്. അത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത്, പറഞ്ഞു വെക്കേണ്ടത് ഇൻ ചാപ്റ്റർ 1 ഓഫ് ദ തിസിസ്. ഒന്നാമത്തെ ചാപ്റ്റർ അഥവാ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലാണ് അത് പറയേണ്ടത്. അപ്പൊ നമ്മൾ എന്തറിയണം? അപ്പൊ നമ്മൾ അറിയേണ്ടത് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തോന്നാ പറയാ, ഒന്നും ലാസ്റ്റ് ചാപ്റ്ററും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ എന്തൊക്കെ വരും അതിന്റെ ഇടയിലുള്ളത് വിഷയമല്ല. കാര്യം മെത്തഡോളജി എങ്ങനെയാണ് എഴുതണം, റിവ്യൂ എഴുതണം, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ 1 and last ഇതിന്റെ കണ്ടന്റ് എന്തായിരിക്കും എന്ന് ഒരു റിസർച്ചർ അറിഞ്ഞിരിക്കണം. അപ്പൊ അതാണ് ഇനി നമ്മൾ എഴുതുന്നത്. ചാപ്റ്റർ 1 കണ്ടന്റ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ വരും? യെസ്, ടു സ്റ്റഡി. ഒന്നാമത്തെ ചാപ്റ്ററിൽ
വരുന്ന ഇതൊക്കെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഒന്ന്, മോട്ടിവേഷൻ ഫോർ ദ സ്റ്റഡി. മോട്ടിവേഷൻ ഫോർ ദ സ്റ്റഡി ബ്രാക്കറ്റിൽ എഴുതണം ഓപ്ഷണൽ, നിർബന്ധമില്ല. അതിന്റെ അർത്ഥം ബാക്കി വരുന്നതൊക്കെ നിർബന്ധമാണ്. ഇപ്പോഴുള്ള എല്ലാ തിസീസുകളിലും അത് ഒരു ട്രെൻഡാണ്. റിസർച്ച് എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ്. ഓരോ കാലത്തും ഒരു ട്രെൻഡ് ഉണ്ടാവും. ആ ട്രെൻഡ് നമ്മൾ റിഫ്ലക്ട് ചെയ്യും. ആ സാധനം തുടങ്ങുമ്പോൾ തന്നെ ഇത് പഠിക്കാനുണ്ടായ താങ്കളുടെ കാരണം എന്താണ് എന്ന് ചോദിച്ചു. ഒരു സ്റ്റഡിയിൽ ഞാൻ കണ്ടത് അല്ലേ, ട്രാൻസ്ജെൻഡർ കുട്ടികളെ കുറിച്ച് പഠിക്കുന്ന ഒരു തിസിസിനകത്ത് ആദ്യം എഴുതിക്കേണ്ടത് മോട്ടിവേഷൻ ഫോർ ദ സ്റ്റഡി. അത് നമുക്കൊക്കെ ഉണ്ടാവുക. എന്താണ് ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത്? അപ്പൊ അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എന്റെ കൂടെ ഒരു ട്രാൻസ്ജെൻഡർ കുട്ടി ഉണ്ടായിരുന്നു. അവൻ ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക് എക്സ്പ്രസ് ചെയ്തപ്പോ, ആൺകുട്ടിയാണ് പക്ഷെ പെൺകുട്ടിയുടെ സ്വഭാവം അവൻ പ്രകടിപ്പിച്ച സമയത്ത് ടീച്ചർ അവനെ ശിക്ഷിച്ചത് പെൺകുട്ടികളുടെ ബെഞ്ചിന് മുകളിൽ കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ആ വർഷം കഴിഞ്ഞപ്പോൾ അവനെ കാണാണ്ടായി. അവൻ നാട് വിട്ടുപോയി. അവൻ നാട് വിട്ടതിന്റെ പ്രയാസത്തിൽ ആ ഗ്രാമത്തിൽ നിന്ന് ആ വീട്ടുകാരും വീട് അവിടുന്ന് വിറ്റിട്ട് അവരും പോയി. അവരിപ്പോ എവിടെയാണെന്ന് അറിയില്ല. അന്ന് മുതൽ മനസ്സിൽ ഒരു അലട്ടലുണ്ടായിരുന്നു, ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്ന്. എന്ത് ഭംഗിയുണ്ടായ എഴുത്തിന്. അപ്പൊ മിക്കവാറുമുള്ള പുതിയ ഈ ഡിസീസിലെല്ലാം കാണാവുന്ന ഒരു സാധനമാണ് മോട്ടിവേഷൻ ഫോർ ദ സ്റ്റഡി. ഇത് ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല. ബാക്കിയുള്ളതെല്ലാം നിർബന്ധമാണ്. രണ്ടാമത്തെ അതിന്റെ ഹെഡിങ് എന്തായിരിക്കണം? The context or the background of the study. The context or the background of the study. അല്ലേ? In the context. ഇപ്പോഴുള്ള അവസ്ഥ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എഴുതണം. ഈ സ്റ്റഡിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത് എഴുതേണ്ടത് അതിന്റെ യുക്തി. ഈ നടക്കുവാനുണ്ടായ ഒരു യുക്തിയുണ്ട്. അല്ലെങ്കിൽ ആ വേർഡ് ഉപയോഗിക്കുന്നതിന് പകരം ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റഡി, ദ റാഷണൽ ഓഫ് ദ സ്റ്റഡി, അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭംഗിയില്ലേ. അല്ലെങ്കിൽ അതിന് പകരം ഉപയോഗിക്കാം ദ നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി. അത് പഴയ ടേമാണ്. The need and significance of the study. നാലാമത്തെ ഹെഡിങ്ങിൽ വരേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം. Statement of the problem. അല്ലെ, ഈ പ്രശ്നത്തെ നമ്മളെ സ്റ്റേറ്റ് ചെയ്യണം. ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫിനകത്ത് അങ്ങോട്ട് എഴുതണം. ഇതോടൊപ്പം ചിന്തിക്കണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം ആണ് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ചില ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ ഈ ടേമിന് പകരം ഉപയോഗിക്കുന്നത് ഓപ്പർച്യൂണിറ്റി സ്റ്റേറ്റ്മെന്റ് എന്നാണ്. പ്രശ്നമില്ല, ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ആ വേർഡ് തന്നെ പ്രശ്നകരമാണ് എന്നാണ്. പ്രോബ്ലം എന്ന് പറയണ്ട, മറിച്ച് ഓപ്പർച്യൂണിറ്റി സ്റ്റേറ്റ്മെന്റ്. നമുക്ക് പഠിക്കാനൊരു അവസരമാണല്ലോ. അതൊന്ന് മനസ്സിൽ ഊഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം. ഈ പ്രശ്നത്തെ സ്റ്റേറ്റ് ചെയ്യാം. പക്ഷെ അവര് പറയുന്നത് അത് പ്രശ്നമല്ല, ഓപ്പർച്യൂണിറ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ശരി എന്ന് ധരിച്ചിട്ട് അവര് അങ്ങനെയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തത് റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഒരു 3-4 ചോദ്യങ്ങൾ. നല്ല സുഖമുള്ള സാധനമാണ്.
എന്റെ തിസീസ് തിരയുന്ന എന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരം തേടിയുള്ള യാത്രയാണ് ഈ റിസർച്ച് എന്ന് പറയുന്നത്. അവസാനത്തെ ഇതില് ഒന്നാമത്തെ ചാപ്റ്ററിൽ എഴുതിയ റിസർച്ച് ക്വസ്റ്റ്യൻസിന്റെ ആ സംശയം ദൂരീകരിക്കപ്പെട്ടു എന്ന് അവസാനത്തെ ഇതിലിങ്ങനെ കാണണം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ആയിരിക്കണം അത് സമർപ്പിക്കേണ്ടത്. ഉത്തരം തേടിയുള്ള യാത്രയിൽ അവസാനം നമ്മൾ മീറ്റ് ചെയ്തത് എവിടെ വെച്ച് എന്ന് അതിലെങ്ങനെ എഴുതണം. ആറാമത്തെ ഹെഡിങ്ങിൽ എഴുതേണ്ടത് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് കീ ടേംസ്. നമ്മുടെ ടൈറ്റിലിൽ അഥവാ ടോപ്പിക്കിൽ നമ്മൾ ഉപയോഗിച്ച വാക്കുകളുടെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ, റിസർച്ചിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഇതിന് മുമ്പ്. ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് കീ ടേംസ്. ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് കീ ടേംസ്. 7 ഹൈപ്പോതെസിസ്. HYPOTHESES. ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസ് എന്നതിന്റെ പ്ലൂറൽ ആണ് SES. സിംഗുലർ ആണെങ്കിൽ SIS. ഒന്നേ ഉള്ളൂ എങ്കിൽ SIS. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ SES. ഹൈപ്പോതെസിസ്. 8 ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ്. ഈ ഹൈപ്പോതെസിസും ഒബ്ജക്റ്റീവും ഇത് മുകളിലും വരാം താഴെയും വരാം. പക്ഷേ ബെറ്റർ ഫോം എന്ന് പറയുന്നത് ഹൈപ്പോതെസിസ് മുകളിലും ഒബ്ജക്റ്റീവ്സ് താഴെയുമാണ്. കാരണം ഫ്രോം ദ ഹൈപ്പോതെസിസ് ദ റിസർച്ചർ ഡിറൈവ്സ് ഒബ്ജക്റ്റീവ്സ് എന്നാണ്. ആ ഹൈപ്പോതെസിസിൽ നിന്നാണ് ആ ലക്ഷ്യങ്ങൾ ഉടലെടുത്ത് വരുന്നത്. അതുകൊണ്ട് ആദ്യം ഹൈപ്പോതെസിസ്, പിന്നെ ഹൈപ്പോതെസിസ് വെക്കുന്നതാണ് അതിന്റെ ലോജിക്ക്. 9th one, methodology in brief. Methodology in brief. അതിന്റെ മെത്തഡോളജി ഇൻ ബ്രീഫ്. വളരെ ലഘുവായി ഒരു പാരഗ്രാഫിനകത്ത് മെത്തഡോളജി അങ്ങോട്ട് ചുരുക്കണം. അപ്പൊ ചുരുക്കുമ്പോ മിനിമം അതിൽ വേണ്ട സാധനം എന്ത് വേണം? റിസർച്ച് ഡിസൈൻ ആൻഡ് അപ്രോച്ച്. റിസർച്ച് ഡിസൈനും അതിന്റെ അപ്രോച്ചും വേണം. പോപ്പുലേഷൻ വേണം. സാമ്പിള് വേണം. സാമ്പിളിംഗ് ടെക്നിക്ക് വേണം അല്ലേ? ഡാറ്റ കളക്ഷൻ ടൂൾസ് വേണം. ലക്ഷ്മി, ഹൈപ്പോതെസിസ് എല്ലാം നമ്മളെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ലക്ഷ്മി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് റിസർച്ചറുടെ മനസ്സിലെ നിഗമനങ്ങളാണ് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് അല്ലേ? ഉദാഹരണത്തിന് പെൺകുട്ടികൾക്ക് ബുദ്ധിശക്തി കുറവാണ് അല്ലെ? ഇതൊരു ഹൈപ്പോതെസിസ് ആണ്, നിഗമനമാണ്. ശരിയോ തെറ്റോ എന്നൊന്നല്ല, അത് എന്റെ ഒരു നിഗമനമാണ്. റിസർച്ച് കഴിഞ്ഞതിന് ശേഷം എന്റെ നിഗമനം ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയും. പക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നിഗമനം ഉണ്ടാവണം. ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്ക് ബുദ്ധിശക്തി കുറവാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോതെസിസ് അല്ലെങ്കിൽ നിഗമനങ്ങൾ എന്ന് പറയുന്നത്. തിരുത്താവുന്ന നിഗമനങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ തെളിയിക്കാനുള്ള നിഗമനങ്ങൾ എന്നാണ് ഹൈപ്പോതെസിസിന്റെ മലയാളം. അപ്പൊ മെത്തഡോളജി ഇൻ ബ്രീഫ്, ചുരുങ്ങിയ രീതിയിൽ മെത്തഡോളജിയെ നമ്മൾ ഒരു പാരഗ്രാഫിനകത്ത് ഇത് ചെയ്യണം. ഇനി 10ാമത്തത് സ്കോപ്പ്, delimitation and limitations. Scope,
delimitations and limitations. സ്കോപ്പ് എന്ന് പറഞ്ഞാല് അതിന്റെ വ്യാപ്തി, അഥവാ ഞാൻ ഈ റിസർച്ച് ചെയ്താൽ അതിന്റെ ഗുണം ഏതുവരെ പോകും, ആർക്കൊക്കെ ഇതിന്റെ ഗുണം കിട്ടും എന്നതിന് നമ്മളൊരു സ്കോപ്പ്, ഒരു ബൗണ്ടറി ഇടും. അതിനെയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. എന്റെ സ്റ്റഡി നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് ഇന്നതൊക്കെയാണ് എന്ന് പറയും. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം ഉണ്ടാക്കിയ മതിലുകൾ, ഡീലിമിറ്റേഷൻസ് അല്ലെ, ഞാൻ സ്വയം ഉണ്ടാക്കിയ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഞാനിവിടെ 600 പേരെ എടുത്തുള്ളൂ, അത് ഡീലിമിറ്റ് ചെയ്തത് ഞാനാണ്. അപ്പൊ എനിക്ക് പറയാം ഒരു 10,000-ത്തിലൊക്കെ നമ്മളൊരു വലിയ റിസർച്ച് നടത്തിയാൽ ഒന്നുകൂടെ നന്നായിരിക്കും എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ കുട്ടികളെ എടുത്തപ്പോ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികളെ മാത്രമേ എടുത്തുള്ളൂ, CBSE ഉണ്ട്, ഇവിടെ ICSI ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയ കുറെ പാറ്റേൺസ് ഉണ്ട്, ഇതിലൊന്നും ഞാൻ പോയില്ല, അത് ഡീലിമിറ്റ് ചെയ്തു. ഞാൻ ഉണ്ടാക്കിയ പരിമിതികൾ. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധിയിൽ വരാതെ അല്ലേ, ഇതിന്റെ പോക്കിൽ സംഭവിച്ച ലിമിറ്റേഷൻ ആണത് അല്ലേ. എന്നുവെച്ചാൽ നമ്മളൊരു ടൂൾ ഉണ്ടാക്കി, അപ്പൊ നമുക്ക് എഴുതാം ഞാൻ ഉണ്ടാക്കിയ ടൂളാണ്, പരമാവധി ഞാൻ എല്ലാം അതിന്റെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്, എന്നാലും അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെ തോന്നിയാൽ നമുക്ക്, അങ്ങനെ തോന്നണമെന്നില്ല, തോന്നിയാൽ നമുക്ക് ഇത് രണ്ടും എഴുതാം. സ്കോപ്പ് എന്തായാലും എഴുതണം, സ്കോപ്പ്, ഡീലിമിറ്റേഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ്. കാരണം ഒരു റിസർച്ചും 100-ൽ 100 പൂർണ്ണത ഉണ്ടാവില്ല, അപൂർണത ഉണ്ടാവാം എന്ന നമ്മുടെ ഒരു സമ്മതമാണ് അത്. 11 ലാസ്റ്റ് വൺ, ഓർഗനൈസേഷൻ ഓഫ് ദ റിപ്പോർട്ട്. ഓർഗനൈസേഷൻ ഓഫ് ദ റിപ്പോർട്ട്, ഇനിയുള്ള റിപ്പോർട്ടിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇതില് 5 ചാപ്റ്റർ ആണുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ഈ റിസർച്ചിന്റെ അനിവാര്യത, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ, അതിന്റെ സാമ്പിൾ, ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ എല്ലാം പറയും. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ, അതിന്റെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ അതിന്റെ മെത്തഡോളജി പറയും. നാലാമത്തെ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത് ഈ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അവസാനത്തെ ചാപ്റ്റർ കൺക്ലൂഡിംഗ് ചാപ്റ്റർ ആണ്, അതിൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്, സജഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെ ആ ഓർഗനൈസേഷൻ ഓഫ് ദ റിപ്പോർട്ട്, ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത് എന്നൊരു വഴി അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് ദ റിപ്പോർട്ട് എന്നതിന് പകരം ചിലപ്പോ ക്യാരക്ടറൈസേഷൻ എന്നും കൊടുക്കാറുണ്ട്. ക്യാരക്ടറൈസേഷൻ, ചാപ്റ്ററൈസേഷൻ, വേറെ ചിന്ത പോയി, ചാപ്റ്ററൈസേഷൻ എന്നും പറയാറുണ്ട്. ചാപ്റ്ററൈസേഷൻ. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് അല്ലെ. ഇനി 2, 3, 4 ഒക്കെ അങ്ങ് പോകണം. കാര്യം അതിലൊന്നും പിന്നെ നമുക്ക് ഇങ്ങനെ വേർതിരിക്കാനില്ല, അത് ഒരേ കാര്യമാണ് പറയുന്നത്. എന്നാൽ ആറാമത്തേത് അല്ലെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ, അപ്പൊ എഴുതേണ്ടത് ലാസ്റ്റ് ചാപ്റ്റർ ഇൻഗ്രീഡിയൻസ്. അതിലെന്തൊക്കെയാണ് ഇൻഗ്രീഡിയന്റ് ആയിട്ട്, ചേരുവകളാണ് അതിനകത്ത് ഉണ്ടാവേണ്ടത്. ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി ലാസ്റ്റ് ചാപ്റ്ററിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ആയിരിക്കണം. മെത്തഡോളജിയിലും ക്ലാസിഫിക്കേഷൻ ചെറുതായിട്ടുണ്ട്. അതിന്റെ പോപ്പുലേഷൻ, സാമ്പിളിംഗ് ടെക്നിക്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് യൂസ്, സ്റ്റെപ്സ് ഓഫ് ദ റിസർച്ച്, ഫേസസ് ഓഫ് ദ റിസർച്ച്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം അതിൽ വരും. നമുക്കത് സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടി.
ലാസ്റ്റ് ചാപ്റ്ററിൽ ഒന്ന് സ്റ്റഡി ഇൻ റിട്രോസ്പെക്ട്. സ്റ്റഡി ഇൻ റിട്രോസ്പെക്ട്. ഈ സ്റ്റഡിയുടെ ഒരു പിറകിലേക്കുള്ള ഒരു എത്തിനോട്ടം. ചില ആളുകൾ എന്ത് ചെയ്യും, ഒന്നാമത്തെ ചാപ്റ്റർ ചില ആളുകൾ എങ്ങനെ അറിയാമോ, ചില ആളുകള് അബ്സ്ട്രാക്ട് മാത്രമേ വായിക്കൂ. അത് വായിക്കുമ്പോഴേ അയാൾക്ക് മനസ്സിലാകും ഇനി വായിക്കണ്ട, ഇതിനകത്ത് എന്താണെന്ന് അറിയാം. എന്നാൽ ചില ആളുകൾക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ടാവില്ല. അവ എന്ത് ചെയ്യും, ഫസ്റ്റ് ചാപ്റ്റർ വായിക്കും. അദ്ദേഹത്തിനായ അതായിരിക്കും താല്പര്യം. ഫസ്റ്റ് ചാപ്റ്റർ വായിക്കുമ്പോഴേ ഇനി ബാക്കിയൊന്നും പോണ്ട, എനിക്ക് എന്താണ് ഇതിന്റെ കോലം എന്ന് മനസ്സിലാവും. ചില ആളുകളാണെങ്കിൽ ഇതൊന്നും വായിക്കാതെ ലാസ്റ്റ് ചാപ്റ്റർ വായിച്ചാലും അയാൾക്ക് മനസ്സിലാവണം. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ട ഒരു എത്തിനോട്ടമാണ്. ഈ സ്റ്റഡി എന്താണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാം. അപ്പൊ വളരെ ചുരുങ്ങി ഒരു 1-2 പേജിനകത്ത് മൊത്തത്തിലൊരു സാധനത്തെ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കണം. നല്ല ഭംഗിയിലാണ് അത് എഴുതണം. ഒരെത്തിനോട്ടം അല്ലെ, മൊത്തത്തിലൊരു എത്തിനോട്ടം. സ്റ്റഡി ഇൻ റിട്രോസ്പെക്ട്. Number 2, tenability of hypothesis. Tenability. TENABILITY. Tenability of hypothesis. ആ വാക്ക് ഓർത്തു വെക്കണം. ടെനബിലിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എഴുതി വെച്ച ആ പ്രവചനങ്ങൾ, ധാരണകൾ ആക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ എന്ന് പറയലേനെയാണ് നമ്മൾ ടെനബിലിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. നമ്മൾ എങ്ങനെ പറയും, ഹൈപ്പോത്തസിസ് 1 ഈസ് അക്സെപ്റ്റഡ്, ഹൈപ്പോത്തസിസ് 2 ഈസ് റിജക്റ്റഡ്, ഇങ്ങനെ പറയും. സുജ, എന്ത് സംശയം ഉണ്ടാ? സ്റ്റഡി ഇൻ റിട്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള നമ്മുടെ സ്റ്റഡിയെ ഒരു 1-2 പേജിനകത്ത് എത്തി നോക്കും പോലെ ഒരു സമർപ്പണമാണ്. സ്റ്റഡി ഇൻ റിട്രോസ്പെക്ട്. PECT, IVE എന്നില്ല കേട്ടോ, റിട്രോസ്പെക്ട്. Retrospective. Yes, right. Tenability of hypothesis എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എഴുതി വെച്ച നിഗമനങ്ങളുടെ സ്വീകാര്യത അല്ലെങ്കിൽ അതിന്റെ റിജക്ഷൻ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, ഫസ്റ്റ് ഹൈപ്പോത്തസിസ് ഇന്നാലിന്നത് ഈസ് അക്സെപ്റ്റഡ്, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് 2 ഈസ് റിജക്റ്റഡ്, ഇങ്ങനെ നമ്മൾ എഴുതും അല്ലെ. അപ്പോഴാണ് നമ്മുടെ ചോദ്യവും പിന്നെ ആ റിസർച്ച് പൂർത്തിയാകുന്നത്. ഫസ്റ്റിൽ നിന്നും ലാസ്റ്റിലേക്ക് നമ്മൾ അതിന്റെ ഇതിലേക്ക് വരികയാണ്. ഒരു കണക്ഷൻ ഉണ്ട്, ഒരു വയറുണ്ട്. മൂന്നാമത് കൺക്ലൂഷൻസ് ബേസ്ഡ് ഓൺ ഫൈൻഡിങ്സ്. കൺക്ലൂഷൻസ് ബേസ്ഡ് ഓൺ findings. Conclusions based on findings. അതെ, കണക്ക് അല്ലെ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്റർവ്യൂ ടെക്നിക് ഒക്കെ ഉപയോഗിച്ച് കുറെ ഫൈൻഡിങ് നടത്തി അതിന്റെ കൺക്ലൂഷൻ എന്താണ്, വാട്ട് ഇറ്റ് കൺക്ലൂഡ്, എന്ത് നമുക്ക് അവസാനം പറയാം. ഇത് റിസർച്ചർ എഴുതുന്നതാണ് അതിന്റെ കൺക്ലൂഷൻ. ഭംഗിയിൽ എഴുതാൻ പറ്റുന്നില്ല. 4, implications of the study. ഇതിന്റെ implication, most important part, implication അല്ലെ, ഇതിന്റെ implication. അപ്പൊ നമ്മള് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ ഒരു കുട്ടി എന്തെങ്കിലും റിസർച്ച് നടത്താണെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻ ഒരുപാട് പേർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, ഇംപ്ലിക്കേഷൻസ് ഫോർ ദ സെൻട്രൽ ഗവൺമെന്റ്, ഇംപ്ലിക്കേഷൻ ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇംപ്ലിക്കേഷൻസ് ഫോർ കരിക്കുലം ഡിസൈനേഴ്സ്, ഇംപ്ലിക്കേഷൻസ് ഫോർ പാരന്റ്സ്, ഇംപ്ലിക്കേഷൻസ് ഫോർ ടീച്ചേഴ്സ്, ഇങ്ങനെ തുടങ്ങി കുറെ ആളുകൾക്ക് ഇതിൽ നിന്ന് ഇംപ്ലിക്കേഷൻ ഉണ്ടാവും. ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് ഇങ്ങനെ പോവും. ആർക്കൊക്കെയാണ് ഈ സ്റ്റഡി ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ സ്റ്റഡി.
ഇംപ്ലിക്കേഷൻ ഒക്കെ മനസ്സിലായി. പക്ഷെ അത് മനസ്സിലായാ പോരാ. ഇനി റെക്കമെൻഡേഷൻസ്, ഇത് ശരിയാവാൻ എന്താ ചെയ്യേണ്ടത് അതും എഴുതണം. റെക്കമെൻഡേഷൻസ്, റിസർച്ചറുടെ റെക്കമെൻഡേഷൻ, സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ കൺക്ലൂഷന്റെ ബേസിൽ ഇംപ്ലിക്കേഷൻ ഉണ്ടായി, അതിന്റെ പുറത്ത് നമ്മൾ റെക്കമെൻഡേഷൻ നടത്തും. ഫൈൻഡിങ്സ് എഴുതാറില്ലേ? അതെ, കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ ഫൈൻഡിങ്സ്. ആദ്യം ഫൈൻഡിങ് എഴുതിയിട്ടാണ് അതിന്റെ താഴെ കൺക്ലൂഷൻ എഴുതാം. ഓരോ ഫൈൻഡിങ്ങും അതിന്റെ കൺക്ലൂഷൻ. യെസ്, റെക്കമെൻഡേഷൻസ് അല്ലെ? ഇനി റെക്കമെൻഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ഇതൊന്ന് ശരിയായി കിട്ടാൻ ഏതൊക്കെ ഭാഗം ശരിയാക്കണം എന്നിങ്ങനെ ഒരു 10 നമുക്ക് എത്രയാണോ ഉള്ളത് ആ റെക്കമെൻഡേഷൻ ഇങ്ങനെ എഴുതി വരണം. Then 6th, suggestion for further research. Suggestion for further research. Yes. 5th one, recommendations. Manju, 5th one, recommendation. 6th one, suggestion for further research. Yes. Suggestion for further research. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു പ്രശ്നം കണ്ടെത്തി, റിസർച്ച് കഴിയുമ്പോഴേക്കും എവിടെയാണോ നമ്മുടെ റിസർച്ച് പൂർത്തീകരിക്കപ്പെട്ടത്, ഫ്രം ദ വെരി സെയിം പോയിന്റ് another research begins. അപ്പോഴാ മനസ്സിലാവുക ഞാൻ എവിടെയാണോ എന്റെ റിസർച്ച് അവസാനിപ്പിച്ചത് അവിടെ നിന്നും വേറെ റിസർച്ച് തുടങ്ങും. അപ്പൊ ഇദ്ദേഹം പറയും എന്റെ റിസർച്ച് ഇവിടെ അവസാനിക്കുന്നു, ഇനിയുള്ള റിസർച്ചേഴ്സ് ഇന്ന ഏരിയയിൽ ഇന്ന ഭാഗത്തൂടെ ഒന്നുകൂടെ പോകണം എന്ന് പറയും. ഇത് വലിയ ഒരു സാധനമാണ്. റിസർച്ചിന്റെ ആ ചെയിനിങ് ആണ്. റിസർച്ച് എന്ന് പറയുന്ന സാധനം നിൽക്കാൻ പാടില്ലല്ലോ, അതിങ്ങനെ കണ്ണി പുറത്ത് പോകണം. അപ്പൊ വേറെ ആരെങ്കിലും വന്ന് ഞാൻ ഈ നിർത്തിയ ഭാഗത്ത് നിന്ന് വേറൊരാൾ ഏറ്റെടുത്ത് പോകണം എന്ന് പറയുന്നതാണ് സജഷൻസ് ഫോർ ഫർദർ റിസർച്ച്. 7, it's a conclusion. Conclusion എന്ന് പറയുന്നത് അല്ലേ, ഇതിന്റെ സ്റ്റഡി ഇതിനൊക്കെ ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മനുഷ്യൻ എന്ന നിലയിൽ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവാം. ആ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ റിസർച്ചറിനെ നിങ്ങൾ ബന്ധപ്പെടണം. നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കും. ഇങ്ങനെ തുടങ്ങി നമുക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അതെല്ലാം അവസാനം ഒരു ആശംസയും. എൻ്റെ ഈ സ്റ്റഡി ബാക്കിയുള്ള ഒരുപാട് തരത്തിലേക്ക് ഇത് ഏറ്റെടുക്കാൻ ഇതൊരു കിക്ക് സ്റ്റാർട്ട്, അതൊരു തുടക്കമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭംഗിയിൽ അവസാനിപ്പിക്കുന്നതിനെയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററും അവസാനത്തെ ചാപ്റ്ററും നമ്മൾ പറഞ്ഞു. ഇനി സപ്ലിമെന്ററി പേജസ്, അതിൽ എന്തൊക്കെ വേണം? സപ്ലിമെന്ററി പേജസ്. സപ്ലിമെന്ററി പേജസ്. സപ്ലിമെന്ററി പേജസ്. അതില് ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, മാഗസീനുകൾ, പോയ സൈറ്റുകൾ, വായിച്ച ന്യൂസ് പേപ്പറുകൾ, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ സാധനം നമ്മൾ വായിച്ചിട്ടുണ്ടോ അതെല്ലാം അങ്ങോട്ട് എഴുതി വെക്കണം. നമ്പർ 2, അപ്പൻഡൈസസ്. അപ്പൻഡൈസസ് അപ്പൻഡൈസസ് നമ്മൾ ഉപയോഗിച്ച ടൂള്, നമ്മൾ ഉപയോഗിച്ച ഷീറ്റുകള്, നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി ഇതിനു വേണ്ടി ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഡോക്യുമെന്റും ഇതിന്റെ കൂടെ തുന്നിച്ചേർക്കണം. മൂന്നാമത്തേതാണ് എവിഡൻഷ്യൽ ഡോക്യുമെന്റ്സ് ഓർ ഫോട്ടോഗ്രാഫ്സ്. എവിഡൻഷ്യൽ ഡോക്യുമെന്റ്സ് ഓർ ഫോട്ടോഗ്രാഫ്സ്. ഇല്ലേ? അതെ. എന്താ എവിഡൻഷ്യൽ ഫോട്ടോഗ്രാഫ്സ്? ചില ആളുകളെല്ലാം നമ്മൾ 600 പേരെ അല്ലെങ്കിൽ 800 പേരെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് പറയും. പക്ഷെ ആ പാർട്ടിസിപ്പൻസിനെ കിട്ടാൻ വലിയ പാടായിരിക്കും. 600 പോയിട്ട് 60 പോലും കിട്ടൂല.
അപ്പൊ എന്ത് ചെയ്യണം? അത്തരം അവസ്ഥകളിൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ പോകുന്നവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വരണം. എന്നിട്ട് എവിഡൻസ് ആയി ഈ ഫോട്ടോ വെക്കണം. ഇപ്പോഴൊക്കെ ചില ഇതിലെല്ലാം, ചില റിസർച്ചുകളിലെല്ലാം വീഡിയോ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളൊരു ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ വീഡിയോ കൂടെ CD-യിലാക്കി CD കൂടെ ഇതിന്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇത് ഇവിടെ അവസാനിപ്പിക്കും. സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്. സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്. നമ്മള് ബിബ്ലിയോഗ്രഫി എഴുതുമ്പോ അല്ലെങ്കിൽ റെഫറൻസ് എഴുതുമ്പോ അതൊരു ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. ഒരു ഫോർമാറ്റിൽ എഴുതണം. അത് നമ്മുടെ സിലബസിലെ ഒരു ഭാഗമാണ് ഫോർമാറ്റിംഗ് എങ്ങനെയാണ്. അപ്പോഴ് ഈ ഫോർമാറ്റ് മനസ്സിലാവാൻ വേണ്ടി ഇന്ന് തന്നെ ഇത് കഴിയുമെങ്കിൽ നെറ്റിലോട്ട് കയറിയിട്ട് ഈ 3 ഫോർമാറ്റും എങ്ങനെയാണ് ഒരു പുസ്തകം റെഫറൻസ് ആയിട്ട് എഴുതുക, എങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾ ആ ഫോമിൽ എഴുതാൻ നിങ്ങൾ സ്വയം പഠിച്ചു നോക്കണം. വളരെ സിമ്പിൾ ആണ്. ഓതറിന്റെ പേരെഴുതുന്നു, കുത്തിടുന്നു, പിന്നെ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽസ് എഴുതുന്നു, കുത്ത്, കോമ, ഇയർ, പുസ്തകത്തിന്റെ പേരെഴുതുമ്പോൾ അത് ഇറ്റാലിക്സിൽ, ഇങ്ങനെ തുടങ്ങിയ നോംസ് ഉണ്ട്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. അതൊന്ന് പഠിക്കണം. അത് പഠിക്കുമ്പോൾ സ്റ്റൈൽ ഓഫ് റെഫറൻസിങ് ഉപയോഗിക്കുമ്പോൾ 3 സ്റ്റൈലാണ് ഉപയോഗിക്കാറുള്ളത്. 3 സ്റ്റൈൽസ്. ഇതേ ഉപയോഗിക്കാവൂ എന്നൊന്നുമില്ല, പക്ഷെ കോമൺ ആയി ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണമാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ റെഫറൻസ് ഫോർമാറ്റ് എന്ന് നിങ്ങൾ സ്വയം നെറ്റിൽ പോയി കണ്ടുപിടിക്കണം. ഒന്നാമത് ഉപയോഗിക്കുന്നത് APA ഫോർമാറ്റ് ആണ്. APA ഫോർമാറ്റ്. APA ഫോർമാറ്റ്. ദാറ്റ് മീൻസ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഇവരുടെ ഫോർമാറ്റാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. അമേരിക്കക്കാരോട് നമുക്ക് പണ്ട് ഒരു സ്നേഹം കൂടുതലാണല്ലോ. അപ്പോ അക്കാഡമിക്സിലും നമ്മൾ അവരുടെ പിറകെ പോണേ ഉള്ളൂ, ഒന്നും അതിനകത്തില്ല. പക്ഷേ ഈ APA ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്, APA ഫോർമാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ, സൈക്കോളജി ആൻഡ് സയൻസസ്. സയൻസ് വിഷയങ്ങളിൽ, സൈക്കോളജിയില്, വിദ്യാഭ്യാസത്തിൽ ഇതിലെ തിസീസുകളെല്ലാം മിക്കവാറും തയ്യാറാക്കപ്പെടുന്നത് APA സ്റ്റൈലിലാണ്. ഇനി രണ്ടാമതൊരു സ്റ്റൈലുണ്ട്, MLA. മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. MLA ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. ഈ സ്റ്റൈൽ ഉപയോഗിക്കുന്നത് കോമൺലി ഇൻ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിലെ തിസീസിന്റെ റെഫറൻസിംഗ് ഫോർമാറ്റ് MLA ഫോർമാറ്റിലാണ് കോമൺലി. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തെ ഫോർമാറ്റ് ആണ് ചിക്കാഗോ ഓർ ചിക്കാഗോ. CHICAGO. ചിക്കാഗോ ഓർ തുറാബിയൻ. TURABIAN. തുറാബിയൻ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് ബിസിനസ് റിസർച്ച്, ഹിസ്റ്ററി ആൻഡ് ഫൈൻ ആർട്സ്. ബിസിനസ്, ഹിസ്റ്ററി ആൻഡ് ഫൈൻ ആർട്സ്. ഇതിലെ തിസീസുകളൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ സ്റ്റൈലിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സമയം കഴിഞ്ഞു. ഏതായാലും തയ്യാറായത് കറക്റ്റ് സമയത്താണ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇനി എന്തായാലും ഒരു ക്ലാസ് കൂടെ കിട്ടാൻ ഞാൻ ശ്രമിക്കും. കിട്ടിയെങ്കിൽ നമുക്ക് അതിന്റെ ചെയ്യാം, അവസാനം ഞാൻ ചെയ്യാം. ഇതിന്റെ അവസാനം അതിന്റെ നമ്മൾ പറയില്ലേ, ഒരു പെർഫെക്ഷൻ തോന്നാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും കൂടെ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഒരു ക്ലാസ് കൂടെ കിട്ടാൻ ശ്രമിക്കാം. ഫോർമാറ്റ് ആയിരുന്നു മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ.
ഇത് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത്. എന്തായാലും വളരെ ക്ഷമയോടെ 2 മണിക്കൂർ 5 ദിവസമായി 5 ദിവസങ്ങളോളം ശ്രമിച്ചിരുന്നതിന് നന്ദി. ഇനിയും ഒരിക്കൽ കൂടെ എന്താ കേട്ടില്ല? തേർഡ് വൺ ഒന്നുകൂടി പറയാമോ? Third one, Chicago or Turabian style. Chicago, CHICAGO, Chicago or Turabian, TURABIAN, Turabian. Oh, thank you very much. നമുക്ക് ഇനിയും കാണാം കേട്ടോ. Okay. Thank you so much, sir. Thank you, sir.